നമ്മുടെ ധ്യാനത്തിന് ആധാരമായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ധ്യാനിച്ചു വന്ന അതിന്റെ സമാപന ഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധയെ ഒന്ന് കൊണ്ടുപോകാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിന്റെ 4-3 മുതലുള്ള വാക്യങ്ങൾ അതിന്റെ 9 വരെ ഒന്ന് വായിച്ച് സഹായിക്കണം. എബ്രായർക്ക് എഴുതിയ ലേഖനം, വേദപുസ്തകം കൊണ്ടുവന്നവർ അതെടുക്കുക, മൊബൈലാണെങ്കിൽ അതെടുക്കുക, മനസ്സിലാക്കുക എന്ന് ദയവായിട്ട്. എബ്രായർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിന്റെ 3 മുതൽ 9 വരെയുള്ള വേദവാക്യങ്ങൾ. ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവരെ ലോകാപകടം വരുത്തുന്നവരും ആകുന്നതുകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിയുന്നതല്ല. പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട് ഭൂമി കൃഷി ചെയ്യുന്നവർക്ക് ഹിതമായ സസ്യാദികളെ വിളയിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കുന്നു. മുള്ളും ഏതെങ്കിലും മുളപ്പിച്ചാലും അത് കൊള്ളരുതാത്തതും ശാപത്തിന് അടുത്തതുമാകുന്നു. ചുട്ടുകളയുകയത്രേ അതിന്റെ അവസാനം. എന്നാൽ പ്രിയമുള്ളവരെ, ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നു എങ്കിലും നിങ്ങളെ കുറിച്ച് ശുഭമേറിയതും രക്ഷയ്ക്ക് ഉതകുന്നതും വിശ്വസിക്കുന്നു. മതി. ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് നിങ്ങളുടെ പ്രത്യേക ചിന്തയിൽ വെക്കുക. വളരെ പ്രധാനപ്പെട്ട 1-2 വെളിപ്പാടുകൾ നിങ്ങളോട് കൈമാറുവാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ കൃപയാൽ നമ്മുടെ ചർച്ച് ഫെലോഷിപ്പ് വളരെ കുറച്ചു പേർ നമ്മളിവിടെ ഒരുമിച്ച് കൂടുമ്പോഴും അനേക പ്രിയപ്പെട്ടവർക്ക് ദൈവത്തിന്റെ കൃപയാൽ നമ്മളൊരു അനുഗ്രഹമായി മാറുന്നു എന്നത് സാക്ഷ്യമാണ്. നിങ്ങൾ ഇവിടെ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ റിപ്പോർട്ടുകൾ, അതായത് വചനത്താലുള്ള അനുഗ്രഹം പ്രാപിച്ചതിന്റെ റിപ്പോർട്ടുകൾ പുറത്തുനിന്ന് ഒരാഴ്ച മുഴുവൻ കേൾക്കാറുണ്ട്. ദൈവം എങ്ങനെയാണ് നമ്മുടെ ചെറിയ സമൂഹത്തെ ആശീർവദിച്ച് നിർത്തുന്നത് എന്നതിൽ ഒരുപാട് കർത്താവിന് സ്തോത്രം കരുതുന്നു. നമുക്ക് ഒരുമിച്ച് ഒന്നിലും നിരാശപ്പെടാതെ ധൈര്യമായിട്ട് മുമ്പോട്ട് പോകാം. ഞാനൊരു കാര്യം ഓർമ്മിപ്പിക്കാം. ബൈബിളിൽ ഒരു വാക്യമുണ്ട്, കാലാളുകളുടെ കൂടെ നിങ്ങൾ തോറ്റുപോയാൽ എങ്ങനെ കുതിരയുടെ കൂടെ മുമ്പിൽ ജയിക്കും. ആമേൻ എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ കൂടെ ഓടി തോക്കുന്നവർക്ക് എങ്ങനെ കുതിരയുടെ കൂടെ ഓടി ജയിക്കാൻ പറ്റും. സോ മുൻപിലുള്ള പ്രതിസന്ധികളെക്കാൾ നമ്മുടെ കർത്താവ് ഏൽപ്പിച്ച ദൗത്യമാണ് വലുത്. നമ്മുടെ ഹൃദയത്തെ അറിയുന്ന, നമ്മുടെ ചിന്തകളെ അറിയുന്ന മഹാദൈവം എല്ലാറ്റിനും പ്രതിഫലം നൽകട്ടെ. ഇതിനുവേണ്ടി അധ്വാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെലവിടുകയും ചെയ്യുന്ന നിങ്ങൾക്ക് 100 മടങ്ങായി 1000 മടങ്ങായി മഹാദൈവം പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഈ ദിവസങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു ക്രൂഷ്യലായിട്ടുള്ള ഒരു വേദഭാഗമാണ് ചിന്തയ്ക്കെടുത്തത്. ഞാൻ കഴിഞ്ഞ ആഴ്ചകളിൽ പറഞ്ഞു, ഈ ആദ്യ ഭാഗം എന്ന് പറയുന്നത്, അതായത് എബ്രായ ലേഖനത്തിന് 6-ന്റെ ആദ്യ ഭാഗം എന്ന് പറയുന്നത് എന്തുവാ? അതുകൊണ്ട് നിർജീവ പ്രവർത്തികളെ കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തിലുള്ള വിശ്വാസം, സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം, കൈവെപ്പ്, മരിച്ചവരുടെ പുനരുത്ഥാനം, നിത്യശിക്ഷ എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ ക്രിസ്തുവിനെ കുറിച്ചുള്ള, കേൾക്കണേ, ഈ മെസ്സേജ് ഭയങ്കരമായിട്ട് ഇമ്പാക്ട് ചെയ്തെന്ന് പറഞ്ഞാൽ ആളുകൾ വിറഞ്ഞിരുന്നു. ഇത് കളയണമെന്നാണോ പറഞ്ഞല്ല, ഇത് ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ പാഠമാണ്. ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ പാഠം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? പഴയ നിയമത്തിൽ ആദം മുതൽ ഉൽപ്പത്തി മുതൽ മലാക്കി വരെയുള്ള പുസ്തകങ്ങളിൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രവാചകന്മാരിലൂടെ ന്യായപ്രമാണത്തിലൂടെ എഴുതി വെച്ചിരിക്കുന്ന കുറെ കാര്യമുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഉപദേശങ്ങളാണ് ഈ 6. കഴിഞ്ഞ ആഴ്ച നമ്മളെന്തോ പഠിച്ചത്? ഒത്തിരി പഠിക്കാൻ പറ്റിയില്ല. മരിച്ചവരുടെ പുനരുത്ഥാനവും നിത്യശിക്ഷാവധി. ഈ മരിച്ചവരുടെ പുനരുത്ഥാനം ആർക്കാ? എന്തായിരുന്നു അത് കളയാൻ പറഞ്ഞത്? യഹൂദന്മാരെന്താ വിശ്വസിച്ച്? അക്ഷരികമായിട്ട് ശരീരം എന്ത് ചെയ്യും? ഉയർത്തു വരും. അത് എവിടെ നിന്ന് കിട്ടിയെന്നറിയാമോ? ചിന്ത. ആ ചിന്ത ബലപ്പെട്ടത് മിസ്രീമിൽ നിന്നാണ്. മിസ്രീം എന്ന് പറഞ്ഞാൽ ഈജിപ്തിൽ നിന്ന്. അതുകൊണ്ടാണ് ഈജിപ്തിലായിരുന്ന ജോസഫ് തന്റെ സഹോദരന്മാരോട് പറഞ്ഞെന്ത്? നിങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ എന്റെ അസ്ഥി കൂടെ കൊണ്ടുപോകണം. അതിന്റെ അർത്ഥം എന്താ? ശരീരത്തിന്റെ ഉയർപ്പ് അവർ വിശ്വസിച്ചിരുന്നു. കിട്ടിയോ? ശരീരം മണ്ണിൽ നിന്ന് ഉയർക്കുമെന്ന്. അതുകൊണ്ടാണ് അബ്രഹാം എന്ത് ചെയ്തു? തന്റെ ഭാര്യ മരിച്ചപ്പോൾ മക്ബേല ഗുഹ വാങ്ങിച്ച് കാശ് കൊടുത്ത് വാങ്ങിച്ച് അതിനകത്ത് അടക്കം ചെയ്തു. അബ്രഹാം, സാറായി, ഇസഹാക്ക്, റെബേക്ക എല്ലാരും എവിടെ അടക്കം ചെയ്തേക്കുന്നത്? മക്ബേല ഗുഹയിൽ അടക്കം. എന്തിനടക്കം ചെയ്തെന്ന് അറിയുമ്പോൾ ഇവരുടെ
ഫെയ്ത്ത് എന്ന് പറയുന്നത് എന്തുണ്ടാവും? മണ്ണിൽ നിന്ന്. ഈ ഉയർപ്പ് തന്നെയാണ് ഇപ്പോൾ എവിടെ വന്നേക്കുന്നത്? നമ്മുടെ ക്രൈസ്തവ സമൂഹത്തിലും വന്നേക്കുന്നത് മണ്ണിൽ നിന്ന്. പക്ഷെ യഥാർത്ഥത്തിൽ പൗലോസ് പറയാ, നിങ്ങൾ എന്ത് ചെയ്യണം? മരിച്ചവരുടെ പുനരുത്ഥാനം എന്ന് പറയുന്ന ആ ആദ്യ വചനത്തെ വിട്ട് കളയണം. എന്റെ അർത്ഥം എന്താ? നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ അല്ല ഉയർപ്പ് ഉണ്ടാകാൻ പോകുന്നത്. നിങ്ങൾ എന്താ പ്രതീക്ഷിച്ചിരിക്കുന്നത്? മണ്ണിലേക്ക് പോയ ശരീരം മണ്ണിൽ നിന്ന് തിരിച്ചു വരുമെന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്. പക്ഷെ പൗലോസ് പറയാ, നിങ്ങൾ അത് വിട്ടുകളയണം. കാരണം എന്താ? യഥാർത്ഥത്തിൽ ഉയർപ്പ് സംഭവിക്കാൻ പോകുന്നത് മണ്ണിൽ നിന്ന് ശരീരം തിരിച്ചു വരുന്നതല്ല, മറിച്ച് ആത്മീകമായ ഉയർപ്പാണ്. കാരണം ആദാമിന്റെ മരണം എന്തായിരുന്നു? ദ ഡെത്ത് ഓഫ് ആദം ഇസ് നോട്ട് ഫിസിക്കൽ ഡെത്ത്. തിന്നുന്ന നാളിൽ നീ മരിക്കും എന്ന് പറഞ്ഞപ്പോൾ തിന്നുന്ന നാളിൽ ഫിസിക്കലി മരിച്ചിട്ടില്ല. പിന്നെ എന്ത് മരിച്ചു? ജഡികമായിട്ട് മരിച്ചില്ല. പക്ഷെ എന്ത് ചെയ്തു? ദൈവത്തിൽ നിന്ന് അവര് അന്യപ്പെട്ടു പോയി. ഞാൻ അതിലേക്ക് ഇപ്പൊ വരുന്നുണ്ട്. അതായത് തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. തോട്ടത്തിൽ പുറത്താക്കുക എന്ന് പറയാൻ അർത്ഥം എന്താ? ദൈവത്തിന്റെ സാമീപ്യത്തിൽ നിന്ന്, ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് ഇവരെ പുറത്താക്കിയിട്ട് പറയാണ് ദാറ്റ് ഈസ് ഡെത്ത്. ഓക്കെ, അപ്പൊ കവനന്റൽ ഡെത്ത് ഈസ് ഡിഫറെന്റ് ഫ്രം ഫിസിക്കൽ ഡെത്ത്. ശാരീരിക മരണത്തിൽ നിന്ന് എന്ത് വ്യത്യസ്തമാണ്? ഫിസിക്കൽ ഡെത്ത് വേറെ, കവനന്റ് ഡെത്ത് വേറെ. ഇപ്പം ഓൾഡ് കവന്റ് മൊത്തം നിങ്ങൾ ഭരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു ട്രൂത്ത് ഉണ്ട്. പീപ്പിൾ ആർ ഡൈഡ്. ഇപ്പൊ എഫ്രീമിനെ കുറിച്ച് പറഞ്ഞു. എഫ്രീം ദൈവത്തെ കളഞ്ഞിട്ട് ബാലിനെ സേവിക്കാൻ പോയി, അവൻ മരിച്ചുപോയി. അയച്ചിട്ടുണ്ടല്ലോ. എസെക്കിയേൽ 37 നമ്മൾ വായിക്കുന്നത് എന്തുവാ? ഈ ഗോത്രങ്ങൾ ചെതറി അസ്ഥികളായിട്ട് ഇങ്ങനെ കിടക്കുക. അവര് പറയുന്നത് ഞങ്ങളുടെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയി, ഞങ്ങൾ എന്ത് ചെയ്തു? മരിച്ചുപോയി. സോ ഈ മരിച്ചു പോവുക എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താ? ദൈവത്തിന്റെ ഉടമ്പടിയിൽ നിന്ന് ഔട്ടാവുക. ദൈവത്തിന്റെ കവനന്റിൽ നിന്ന് ഔട്ടായി ദൈവിക റിലേഷൻഷിപ്പിൽ നിന്ന് ഔട്ടാകുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് മരണം. ഇത് നിങ്ങളുടെ മൈൻഡിൽ വെക്കണം. അങ്ങനെ അത് ഉയർപ്പെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ അവസ്ഥയിൽ നിന്ന് ജീവൻ കൊടുത്തിട്ട് അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ച നമ്മെ എന്ത് ചെയ്യാം? ഉയർപ്പിച്ച് ദൈവികമായ ബന്ധത്തിലേക്ക് കൊണ്ടുവരാം. ദാറ്റ് ഈസ് റിസറക്ഷൻ. പിടികിട്ടുന്നുണ്ടോ? അപ്പൊ നമ്മൾ ഇപ്പൊ തിരുവനന്തപുരത്ത് ഇങ്ങനെ ഒരു കൊച്ചു ഗ്രൂപ്പ് ഉണ്ട്. ലോകം മുഴുവൻ ഇത് ആളുകൾ ദൈവത്തിന്റെ കൃപയെ പെട്ടെന്ന് കയറി വരുന്നുണ്ട്. എല്ലാവരും ഇത് കാരണം നമ്മളെല്ലാവരും വിശ്വസിച്ചിരുന്നത് എന്തുവാ? ദ്രവത്വമുള്ള ശരീരം എന്ത് ചെയ്യും? മണ്ണിൽ നിന്ന് എന്ത് ചെയ്യും? അങ്ങനെയല്ലേ പഠിപ്പിക്കുന്നത്. നമ്മളിപ്പം ഒരു ശ്മശാനത്തിൽ പോകുമ്പോൾ ഒരു ദൈവദാസനോ അല്ലെങ്കിൽ ഒരു കർത്താവിന്റെ ദാസനോ ഒരാളെ അടക്കം ചെയ്യുമ്പോൾ എന്താ പറയുന്നത്? ഈ മണ്ണിലേക്ക് പോയ പ്രിയപ്പെട്ടവര് ഒരു ദിവസം കാഹളം കേൾക്കുമ്പോൾ എഴുന്നേറ്റ് വരുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ആമേൻ. വാട്ട് ഈസ് എ റിസറക്ഷൻ? അപ്പൊ നമ്മൾ അടുത്തൊരു കർത്താവ് അനുവദിക്കുന്നത്. പക്ഷെ ഈ മാസം നമ്മൾ റിസറക്ഷനെ കുറിച്ച് കൂടുതൽ പഠിക്കും. യേശു ക്രിസ്തു എന്തുകൊണ്ടാണ് ശരീരത്തെ ഉയർത്തത്? അത് നമ്മൾ അടുത്ത വീക്കിൽ നമ്മൾ പഠിക്കും. നിങ്ങൾ മിസ് ചെയ്യരുത്. യേശു എന്തുകൊണ്ട് ശരീരത്തെ ഉയർത്തെഴുന്നേറ്റ് വന്നു? അതൊരു ട്രൂത്താണ്, ഒരു മിസ്റ്ററിയാണ്. സോ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം. ഓക്കെ, ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ശരീരത്തിന്റെ ഉയർപ്പ് എന്നത് അക്ഷരികമായി സംഭവിക്കുമെന്ന് വിശ്വസിച്ച യഹൂദരോട് പറയാം, ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? അത് വിട്ട് കളഞ്ഞിട്ട് ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാന പൂർത്തി പ്രാപിപ്പാൻ കംപ്ലീറ്റ്നെസ്സിലേക്ക് വരുവാനായിട്ട് ശ്രമിക്കണം. ആമേൻ. ഹല്ലേലൂയ. മൂന്നാമത്തെ വാക്യം എന്താ എഴുതിയിരിക്കുന്നത്? ദൈവം അനുവദിക്കുന്ന പക്ഷം നാം അത് ചെയ്യും. എന്തോ ചെയ്യും? ദൈവം അനുവദിക്കുന്ന പക്ഷം നാം ഈ കാണുന്ന ഫണ്ടമെന്റൽ ഉപദേശങ്ങളിൽ നിന്ന് മാറും. അതായത് നിങ്ങൾ ശ്രദ്ധിക്കണം, ക്രിസ്തുവിനെ കുറിച്ചുള്ള ഉപദേശം, ക്രിസ്തുവിന്റെ ഉപദേശമല്ല. ഹലോ, ക്രിസ്തുവിനെ കുറിച്ചുള്ള, അതായത് ക്രിസ്തുവിന്റെ ഉപദേശം വേറെ, ക്രിസ്തുവിനെ കുറിച്ചുള്ള ഉപദേശം വേറെ. അപ്പൊ പഴയ നിയമത്തിൽ കൊടുത്തിരിക്കുന്നതല്ല, ക്രിസ്തുവിനെ കുറിച്ചുള്ളതാണ്. അതേസമയം ക്രിസ്തു പഠിപ്പിച്ചതുകൊണ്ട് അപ്പോസ്തലന്മാർ അത് കളയാൻ പറഞ്ഞിട്ടില്ല. ക്രിസ്തു പഠിപ്പിച്ചതിൽ മാനസാന്തരമുണ്ട്, ക്രിസ്തു പഠിപ്പിച്ചതിനകത്ത് കൈവപ്പുണ്ട്, ക്രിസ്തു പഠിപ്പിച്ച ഉയർപ്പുണ്ട്, അപ്പോസ്തലന്മാർ പഠിപ്പിച്ചതിനെ കുറിച്ചുള്ള എല്ലാം ഉണ്ട്. പക്ഷെ എന്താ കളയേണ്ടത്? ഓൾഡ് കവനന്റ് സിസ്റ്റത്തിൽ നിന്ന് നിങ്ങൾ പഠിച്ചു വന്നിരിക്കുന്ന ആദ്യ പാഠം കളഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? പരിജ്ഞാന പൂർത്തി പ്രാപിപ്പാൻ ശ്രമിക്കുക. ദൈവം അനുവദിക്കുന്ന പക്ഷം നമുക്കത് ചെയ്യാൻ പറ്റും. അടുത്ത വാക്യം. ഇനി ഒരു വലിയ ക്രൂഷ്യൽ ആയിട്ടൊരു വാക്യമാണ്, ശ്രദ്ധിച്ചു കേൾക്കും. 4-ാം വാക്യം. ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് വായിച്ചു. ചെയ്തവർ പിന്മാറിപ്പോയാൽ ആകൊണ്ട് വല്ലാത്തൊരു വാക്യമാണ്. ഈ വാക്യത്തെ കുറിച്ചുള്ള പഠനം നിങ്ങൾ വേണം ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. 1000 ഉപദേശമുണ്ട്. ബ്രദറൻകാരും പെന്തിക്കോസ്റ്റൽ സമൂഹം തമ്മിൽ വലിയ വഴക്ക. ബ്രദറൻകാരെന്ന് പഠിപ്പിക്കുന്ന അറിയാമോ? രക്ഷ എന്ത് ചെയ്യത്തില്ല? നഷ്ടപ്പെട്ട് പോകത്തില്ല, രക്ഷ ഭദ്രമാണ്. പെന്തിക്കോസ്റ്റൽസ് എന്താ പഠിപ്പിക്കുന്നത്? രക്ഷ ഇടയ്ക്കിടയ്ക്ക് നഷ്ടപ്പെടും, വീണ്ടും എന്ത് ചെയ്യണം?
കാരണം ഇതിനകത്ത് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ രണ്ട് തിയോളജിയാണ്. ഒന്ന് കാൽവിന്റെ തിയോളജി, രണ്ട് അർമേനിയന്റെ തിയോളജി. ഈ കാൽവിൻ തിയോളജി അറിയാമല്ലോ, നിങ്ങളെ ഒത്തിരി ബുദ്ധിമുട്ടിക്കുന്നില്ല. കാൽവിന്റെ തിയോളജിക്കകത്ത് രക്ഷ ഭദ്രാണ്, ഒരിക്കൽ പെട്ടതാണ്. ഈ കാൽവിന്റെ കൂടെ ശുശ്രൂഷിച്ചിരുന്ന സന്തത സഹചാരിയായിരുന്നു അർമേനിയൻ, ജോസഫ് അർമേനിയൻ എന്ന് പറയും. അദ്ദേഹം എന്ത് ചെയ്തു, ഇവിടെ നിന്ന് പുറത്തു പോയിട്ട് വേറൊരു തിയറി തുടങ്ങിയിട്ട് പറഞ്ഞു, അങ്ങനൊന്നും അല്ല, മര്യാദയ്ക്ക് ജീവിച്ചില്ല എന്ത് ചെയ്യത്തില്ല, നിത്യത പോകത്തില്ല, രക്ഷിക്കപ്പെട്ട ആൾക്ക് രക്ഷ നഷ്ടപ്പെടാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ രക്ഷ നഷ്ടപ്പെടാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറയുന്ന ആളുകൾ വാദിക്കുമ്പോൾ എടുക്കുന്ന വാക്യങ്ങളിൽ ഒന്നാണ് ഏത് വാക്യം? നമ്മളിപ്പോൾ എബ്രായ ലേഖനത്തിലെ 6-ാം അധ്യായത്തിലെ. അപ്പൊ നിങ്ങൾ ഇന്ന് ഇവിടെ ഈ സന്ധ്യയിൽ കർത്താവ് വിളിച്ചു വരുത്തിയിരിക്കുന്നത് നമ്മൾ പ്രാപിച്ച രക്ഷയുടെ ഉറപ്പ് മനസ്സിലാക്കാനും നമ്മുടെ ദൈവത്തിന്റെ സ്നേഹം അറിയാൻ കൂടെയാണ്. അപ്പൊ ഇത് മനസ്സിലാക്കുമ്പോൾ നമുക്ക് എന്തറിയാൻ പറ്റും? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വി നീഡ് ടു നോ ദ ഹാർട്ട് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ഹൃദയം എന്താന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് എന്താ? ഒരിക്കൽ സ്വർഗീയദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും, അടുത്ത വാക്യം, ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ അവരെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? മാനസാന്തരത്തിലേക്ക് പുതുക്കാൻ. നമ്മൾ ഇംഗ്ലീഷ് വായിക്കുമ്പോൾ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ എന്ന് എഴുതിയേക്കത്. അത് വായിച്ച് ഭയങ്കര പേടിക്കുന്ന വാക്യമല്ലേ? അതായത് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, സ്വർഗീയ ദാനം ആസ്വദിച്ചു, വരുവാനുള്ള പരിശുദ്ധാത്മാവിനെ എന്ത് ചെയ്യുന്ന? ആസ്വദിച്ചെന്നാ. ടേസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? നിങ്ങളിപ്പം ഇവിടെ ഞാൻ നിങ്ങളെ എന്താ പറയുക പ്രലോഭിപ്പിക്കുന്നില്ല. ഇവിടെ നല്ല സ്പെഷ്യലായിട്ടുള്ള ഐസ്ക്രീം കടയുണ്ട്. പണ്ട് പോകായിരുന്നു, ഇപ്പൊ പോകത്തില്ല, വർഷങ്ങളായി. ഐസ്ക്രീം ഉണ്ടല്ലോ, ഈ ബാസ്കിൻ റോബിൻസ് എന്നൊക്കെ പറയുന്ന ബ്രാൻഡ് ഐസ്ക്രീം ഉണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്തറിയും? ആദ്യം നിങ്ങൾ ഒരു ഐസ്ക്രീം വാങ്ങുന്നതിന് മുമ്പ് അവരെന്ത് തരും? നിങ്ങൾ സിറ്റി താമസിക്കുന്ന, ഞാൻ പട്ടണത്തിലല്ല, ഞാൻ ഗ്രാമക്കാരനാണ്. അതിന് എന്ത് ചെയ്യും? അവരൊരു ചെറിയ സ്പൂണിനകത്തൊരു ടേസ്റ്റ് തരും അല്ലേ? ചില മഹാന്മാർ എന്ത് ചെയ്യുന്നറിയാമോ? ഒരു 10 എണ്ണം ഒരുമിച്ച് ടേസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ അവന് കിട്ടേണ്ട എമൗണ്ട് കിട്ടി. അപ്പൊ ടേസ്റ്റ് തരും. ഈ ടേസ്റ്റ് ഇഷ്ടപ്പെടുവെന്ന് മാത്രം എന്ത് ചെയ്താൽ മതി. അപ്പം ഈ ജനതയ്ക്ക് എന്ത് വെച്ചതാ? വരുവാനുള്ള പരിശുദ്ധാത്മാവിനെ ആസ്വദിച്ചവരെ ജസ്റ്റ് ടേസ്റ്റ് ചെയ്തു. ഈ ടേസ്റ്റിംഗ് വേറെ, ഫില്ലിങ് വേറെ. മനസ്സിലായി ഞാൻ പറഞ്ഞേ? ഐസ്ക്രീമിന്റെ ഒരു ചെറിയ ആ ഒരു സ്പൂൺ കൊണ്ട് അല്പം നമുക്ക് തരും. അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നമുക്കത് വാങ്ങിച്ചാൽ മതി, അല്ലെങ്കിൽ എന്ത് ചെയ്യണ്ട? വാങ്ങണ്ട. അപ്പൊ ഇതുപോലെ ഈ ജനത, ഇതാരാ ഈ ജനത? ഞാൻ ഒരു കാര്യം പറയാം പ്രിയപ്പെട്ടവരെ, ഈ ബൈബിൾ നമ്മൾ എടുത്തിട്ട് നമ്മളെല്ലാവരും ഇതിനകത്ത് ഫുള്ളാന്നങ്ങ് ധരിച്ചു വെച്ചേക്കുക. ഇത് വെച്ചോണ്ട് എത്രയോ പേര് സമാധാനമല്ല ജീവിക്കുന്നുണ്ടോ? എടാ, ഒരിക്കൽ ദൈവദാനം ആസ്വദിച്ച് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിച്ച നീ പിന്മാറിപ്പോയാൽ നിനക്ക് എന്തില്ല? മാനസാന്തരപ്പെടാൻ പറ്റുന്നത് പറഞ്ഞ് ഈ ഒരൊറ്റ വാക്യങ്ങൾ കൊണ്ട് നിരാശപ്പെട്ട് ഭയന്ന് ഞാൻ നശിച്ചുപോയി, എന്റെ ജീവിതത്തിൽ പാപം സംഭവിച്ചു, തെറ്റുപറ്റി, ഇനി ഞാൻ നിത്യനരകത്തിലേക്ക് പോകുമെന്ന് വിശ്വസിക്കുന്ന 1000 ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ ക്രൈസ്തവ സമൂഹത്തിലുണ്ട്. ആമേൻ. നമ്മളിത് എന്ത് വേണമെന്ന് ശാന്തമായിട്ട്, നല്ല തണുപ്പൊക്കെ പുറത്തുള്ളതുകൊണ്ട് ശാന്തമായിട്ടിരുന്ന് ആത്മാവിന്റെ ചൂടിൽ പഠിക്കാൻ പോകും. ഇത് ആരെക്കുറിച്ചായിരിക്കും പറഞ്ഞേക്കുന്നത്? ഇത് പറഞ്ഞത് ആരാന്ന് മനസ്സിലാകണം. ജസ്റ്റ് അതിന്റെ 8ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ, ദയവായിട്ട് ശ്രദ്ധിക്കണേ. ഓർമ്മയുള്ളവർ ശ്രദ്ധിക്കുക, ഓർമ്മയില്ലാത്തവർ എഴുതിയെടുക്കുക. അതിന്റെ 7ാം വാക്യം മുതൽ വായിച്ചു. പലപ്പോഴും പെയ്ത മഴ, പുറത്ത് മഴ പെയ്യുന്നുണ്ടല്ലോ, പെയ്ത മഴ കുടിച്ചിട്ട് അതായത് മഴ പെയ്തിട്ട് വെള്ളം നിറച്ച് ഭൂമി കുടിച്ചിട്ട് എന്ത് ചെയ്യണം? വിത്തുകളെ മുളപ്പിക്കുന്നെങ്കിൽ ദൈവത്തിന് അനുഗ്രഹം ഉണ്ടാകും. അത് നോർമലാ, ഒരു കൃഷിക്കാരന്റെ ശബ്ദമാണ്. അടുത്ത വാക്യം, മുള്ളും ഞെരിഞ്ഞിലും മുളപ്പിച്ചാലോ അത് കൊള്ളരുതാത്തതും. അപ്പൊ മുള്ളും ഞെരിഞ്ഞിലും മുളപ്പിച്ചാൽ എന്താ സംഭവം? നിങ്ങൾ ഈ വാക്യം വേറെ എവിടെങ്കിലും വായിച്ചിട്ടുണ്ടോ? ഈ മുള്ളും ഞെരിഞ്ഞിലിനെ കുറിച്ച് നോക്കിയ എല്ലാവരുടെ ബുദ്ധി ഒന്ന് പോട്ടെ. ബൈബിൾ ആദ്യം മുള്ളും ഞെരിഞ്ഞിലിനെ കുറിച്ച് എവിടെ പറഞ്ഞേക്കുന്നത്? ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 17ാമത്തെ വാക്യം, 18. ഒന്ന് വായിച്ചത് ഉൽപ്പത്തി പുസ്തകം. കാരണം നമ്മൾ നേരെ എങ്ങോട്ട് പോകാൻ പോവാ? സോ ഉൽപ്പത്തി പുസ്തകം മനസ്സിലാക്കുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് മനസ്സിലാകത്തുള്ളൂ? പല പുതിയ നിയമ ഭാഗങ്ങൾ മനസ്സിലാകത്തുള്ളൂ. വായിച്ചേ 16 മുതൽ 17 മുതൽ വായിച്ചാൽ മതി.
മനുഷ്യരോട് കൽപ്പിച്ചത് മനുഷ്യനോട് കൽപ്പിച്ചത് നിന്റെ ഭാര്യയുടെ വാക്ക് അനുസരിക്കുകയും എന്തോന്ന് എല്ലാവരും ഒന്ന് കേട്ടെ, സഹോദരന്മാരൊക്കെ കേട്ടെ. ആരുടെ വാക്കനുസരിച്ചതുകൊണ്ടാ? വീട്ടിൽ പോയി വഴക്കുണ്ടാക്കാതെ കേൾക്കുക. ആദാമിനെ വഴക്ക് കൊടുത്ത് ആദാമിന് ശിക്ഷ കൊടുത്ത് എന്തുകൊണ്ടാ? നീ നിന്റെ അപ്പൊ ഭാര്യയുടെ വാക്ക് അനുസരിക്കാൻ പാടുണ്ടോ? ദൈവമേ എന്നെ രക്ഷിച്ചോണേ. ആദാമിന് പണി കിട്ടുന്നത് എന്തുകൊണ്ടാ? നീ നിന്റെ ഭാര്യയുടെ വാക്ക് അപ്പൊ ഭാര്യയുടെ വാക്ക് ചില കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? അനുസരിക്കാൻ പാടില്ല. പുരുഷന്മാരായിരിക്കണം വീട്ടില് തലയായിരിക്കണം. തലയാകാൻ പറ്റിയില്ല എന്ത് ചെയ്യണം? യുദ്ധം ചെയ്യണം, വഴക്കുണ്ടാക്കണം. എന്നിട്ടും തലയാകാൻ പറ്റിയില്ലെങ്കിലോ പിന്നെ യുദ്ധം ചെയ്യണം. തലയാകുന്നത് വരെ യുദ്ധം ചെയ്യണം. കാരണം ഇന്നത്തെ ലോകത്ത് വേറൊരു പ്രത്യേകം ഞാൻ പറയാം. ഇപ്പൊ ഇടയ്ക്ക് വെച്ച് പറഞ്ഞൊരു കാര്യം, ഇന്നത്തെ ലോകത്ത് ഈ സഹോദരിമാർക്ക് ഭയങ്കര എന്തുവാ പവർ കൂടുതലൊന്നും അല്ല, അവർക്ക് സംവരണം കൂടുതലാണ്, ഇല്ലേ? സ്ത്രീകൾ മുൻപോട്ട് വരണം. സ്ത്രീകൾ ഈ ലോകത്ത് 75% സ്ത്രീകൾക്ക് സംവരണം വന്നാലും വേദപുസ്തക സത്യം. കിങ്ഡം ഓഫ് ഗോഡിലെ ആളുകൾ എങ്ങനെ പോകണം? സ്ത്രീക്കും പുരുഷനും തുല്യമാറാതെ ഒന്നുമില്ല. ദൈവം സ്ത്രീക്ക് വെച്ചിരിക്കുന്ന ഒരു പദവിയുണ്ട്, പുരുഷന് വെച്ചേക്കുന്ന ഒരു പദവിയുണ്ട്. അതിൽ പോയാൽ കുടുംബം കൊള്ളാം. ഇന്ന് കാണുന്ന എല്ലാ പ്രശ്നത്തിനും കാരണം ഈ സമൂഹത്തിന്റെ ചവർ എവിടെ വന്നു കയറി? കുടുംബങ്ങൾക്കകത്ത് വന്നു കയറി. ഏറ്റവും കൂടുതൽ കുടുംബങ്ങളെ ഭരിക്കുന്ന ആരാന്നറിയാമോ? കുടുംബം നഷ്ടപ്പെട്ടു പോയ സെലിബ്രിറ്റീസാണ്. അവരുടെ വാക്കാ കേൾക്കുന്നത്. ഉർവശി പറയുന്നു, ശോഭന പറയുന്നു, ഇങ്ങനെ കുറെ സെലിബ്രിറ്റീസ് വന്ന് പറയുമ്പോൾ പെണ്ണുങ്ങൾക്ക് എന്ത് ചെയ്യുന്നു? ആവേശം. മഞ്ജു വാര്യർ ആരുടെ മോഡൽസാ? നിങ്ങളാരും കാണുന്നില്ല, എല്ലാം പാവങ്ങൾ. മഞ്ജു വാര്യരെ പോലും അറിയത്തില്ലേ? ഓക്കെ. അപ്പൊ ഈ സെലിബ്രിറ്റീസ് ഭയങ്കരമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അവര് അങ്ങനെ ആനയാണ് വലുത്. അതിനനുസരിച്ച് എന്ത് ചെയ്യും? വീട്ടിൽ വന്നിട്ട് ഗമ കാണിക്കാൻ തുടങ്ങും, അടി ഉണ്ടാക്കും, നാശകോടാലുണ്ടാക്കും. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല, പറയാൻ ഇച്ചിരി കുഴപ്പം എനിക്കുണ്ട്, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ശരി. അപ്പൊ ഇവിടുത്തെ ആദവനോട് പറഞ്ഞത്, നീ നിന്റെ ഭാര്യയുടെ വാക്ക് അനുസരിക്കുകയും ചെയ്തത് കൊണ്ട് നീ നിന്നെ ശപിക്കുന്നില്ല. ആദവനെ ശപിച്ചോ? ഇല്ല. നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കും. അടുത്ത വാക്യം. എന്റെ കർത്താവേ, നമ്മളെല്ലാവരും അങ്ങനെ തന്നെ അല്ലേ? ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, നമുക്ക് എല്ലാവർക്കും വേർപ്പുണ്ടാവുന്നില്ലേ? കഷ്ടതയോടെ അത് അകവൃത്തി കഴിക്കും. അടുത്തത് എവിടെ നിന്ന്? നീ അധ്വാനിക്കുന്ന ഭൂമിയിൽ നിന്ന് എന്തുണ്ടാകും? മുള്ളും പറക്കാരെയും. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ദാറ്റ് വേർഡ്സ്? ഈ മുള്ളും പറക്കാരെയും മുളയ്ക്കെന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിൽ എന്താ വരുന്നത്? കപ്പ ഇടുന്നവന്റെ കപ്പ ചോട്ടിൽ നിന്ന് മുള്ളു വീഴ്ത്തു വരിക, അങ്ങനല്ലേ വരത്തുള്ളൂ. അത്രയ്ക്ക് ബുദ്ധിയല്ല നമുക്കുള്ളൂ. നമുക്കെല്ലാം അങ്ങനല്ലേ പഠിച്ചിട്ടുള്ളൂ. കപ്പ ഇടുമ്പം നമ്മുടെ പറമ്പിൽ എന്തുണ്ടാവുന്നു? മുള്ള്, കാളകൾ ഉണ്ടാകുന്നു, പറക്കാരെ ഉണ്ടാകുന്നു, അങ്ങനല്ലേ? പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഒരു അലിഗോറിക്കൽ ലാംഗ്വേജാണ്. ഈ ദൈവം തമ്പുരാൻ തന്റെ കാര്യങ്ങളെല്ലാം കൂടെ പരസ്യമായിട്ട് പറയാൻ പറ്റത്തില്ല. ദൈവത്തിന്റെ കാര്യം ദൈവം എങ്ങനെ പറയും? ആകാശവും ഭൂമിയും സൃഷ്ടിച്ച മഹാദൈവത്തിന് നമ്മളോട് വല്ല കാര്യം പറയണമെങ്കിൽ കാര്യം പറയാൻ പറ്റുമോ? മനസ്സിലാവും നമ്മുടെ തലയിൽ? പോട്ടെ, ഞാനൊക്കെ ഒത്തിരി 70കളിൽ ജനിച്ച ആളുകളാണ്. അപ്പൊ നമ്മൾ കുറേ ബാക്കിലാണ്, പൂർവികന്മാരാണ് നമ്മൾ. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് പിള്ളേരെ നോക്കും, ഇപ്പോഴത്തെ ലേറ്റസ്റ്റ്. അപ്പൊ ഒരു 90s ജനിച്ച 2000 ജനിച്ച പിള്ളേരെ നോക്കണം. അവരുടെ ബ്രില്യൻസ് എന്തെന്നറിയാം? ഇപ്പൊ നമ്മുടെ ഇവാനൊക്കെ ഒത്തിരി മുമ്പിലാ. നമ്മുടെ സുരേഷന്റെ മക്കള് ഒരുപാട് നമ്മൾക്ക് അവരുടെ അടുത്ത് പോയി ക്യാച്ച് ചെയ്യാൻ പോലും പറ്റത്തില്ല. അവരുടെ ലാംഗ്വേജ് വേറെ അല്ലേ? ആമേൻ. അവരുടെ ലാംഗ്വേജ് വേറെയാ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന സംഭവം ഇല്ലേ? ചാറ്റ് GPT ഇല്ലേ? ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ടിക്കറ്റ് മാറാൻ വേണ്ടി എവിടെ പോയി, കിട്ടിയില്ല, വേറെ കാര്യം. ടിക്കറ്റ് മാറാൻ വേണ്ടി ഒരു ആപ്ലിക്കേഷൻ കൊടുക്കണം. അപ്പം ഞാൻ വിചാരിച്ചെന്നറിയാം, ഈ ടിക്കറ്റിലെ നെയിം ചേഞ്ച് ചെയ്യാൻ വേണ്ടി ആപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ ഈ വാട്സപ്പ് ഉണ്ടല്ലോ, വാട്സപ്പിനകത്ത് ഒരു ചെറിയ റൗണ്ട് ഉണ്ട്.
ബുദ്ധി ഉള്ളവർക്ക് ബുദ്ധി ഇല്ലാത്തവർക്ക്, ബുദ്ധി കൂടുതലുള്ളവർക്ക് വേണ്ടി പറയും. അതിനകത്ത് അതൊരു മെറ്റയാണ്, മെറ്റ ആർട്ടിഫിഷ്യൽ. അതിനകത്തോട്ട് ഞാൻ എഴുതിയിട്ട് ഐ വൺ ആപ്ലിക്കേഷൻ ഫോർ ദ ചേഞ്ചിങ് ഓഫ് നെയിം എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്നെ ഒരു ജസ്റ്റ് ഒരു കാര്യം കൊടുത്തു. സഡൻലി ഒരു 3-4 നീ വന്ന് നമ്മൾ എഴുതണ്ട, ദൈവമേ ഇതെല്ലാം ഓൺലൈനിലെല്ലാം കാണും, നമ്മൾ എഴുതേണ്ട അതേ രീതിയിൽ നല്ല സുന്ദരമായിട്ട് നല്ല ലാംഗ്വേജിൽ ആപ്ലിക്കേഷൻ ഇങ്ങനെ പല രീതി വന്നേക്കുക. ഞാനത് കുത്തിയിരുന്ന് ആ റെയിൽവേ സ്റ്റേഷനിൽ അങ്ങ് എഴുതി. നമുക്ക് പക്ഷെ ഒരു കട്ടി നമ്മുടെ ബുദ്ധി പോയി, നമ്മുടെ ചിന്താശക്തി പോയി, നമ്മുടെ ലാംഗ്വേജ് പോയി, നമ്മളെ ഈ സാധനം മണ്ടനാക്കി. അത് വായിക്കുന്ന വിചാരിക്കും ഇവൻ എന്തോ ഒരു ഇംഗ്ലീഷുകാരനാണ്. സത്യം പറയാൻ ഒരു ഓട്ടം നമുക്ക് അറിയത്തില്ല. പക്ഷെ ഇതെന്തോ വായിച്ചു നോക്കി ഭയങ്കര ലിറ്ററേച്ചറുകാരനല്ല ഇതിനകത്ത്. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ലാംഗ്വേജ് ഭയങ്കരമായിട്ട് വ്യത്യസ്തമാണ് ഇല്ലേ? ഹല്ലേലൂയ. ഒരു 60 വർഷത്തിന് മുമ്പുള്ള ലാംഗ്വേജ് ആണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. 10 വർഷത്തിന് മുമ്പ് തള്ളുക എന്ന് പറഞ്ഞാൽ വാക്കിന് അർത്ഥം എന്തായിരുന്നു? പുഷ് ചെയ്യുക. ഇപ്പൊ തള്ളുക എന്ന് പറഞ്ഞാലോ പൊങ്ങച്ചാൻ പറയേണ്ട അതില്ലേ? ഒരു 10 വർഷം കഴിയുമ്പോൾ എന്തുവായി മാറും? ദൈവത്തിനറിയാം എന്തുവാ. ലാംഗ്വേജ് മാറും. അപ്പൊ ദേവാദി ദൈവം മഹാദൈവത്തിനൊരു സത്യം പറയാൻ ഒരിക്കലും നമ്മുടെ ഭാഷ ലിമിറ്റേഷൻ ഉള്ളതാണ് ഇല്ലേ? അപ്പൊ ഇവിടെ എന്ത് പറഞ്ഞിരിക്കുന്നു? ആദമേ നീ മുഖാന്തരം ഭൂമി ശപിക്കപ്പെടും. ഭൂമി ശപിക്കപ്പെടും. ആമേൻ. ആ ഭൂമിയിൽ നിനക്ക് എന്തുണ്ടാകും? മുള്ളും പറക്കാരെയും ഉളവാകും. ഈ മുള്ളും പറക്കാരെന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കാൻ നമുക്ക് യേശു ക്രിസ്തുവിന്റെ വാക്കുകളിലേക്ക് പോകണം. മത്തായിയുടെ സുവിശേഷം 7-ാമത്തെ അധ്യായത്തിലേക്ക് ഒന്ന് വന്നാട്ടെ. 15-ാം വാക്യം. മാത്യു ചാപ്റ്റർ 7 വേഴ്സ് 15 onwards. കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുക. ആരെ സൂക്ഷിക്കണം? കള്ള പ്രവാചകന്മാരെ സൂക്ഷിക്കണം. അവർ ആടുകളുടെ വേഷം കൊണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു. ആരുടെ വേഷം കൊണ്ടുവരും? അപ്പം കള്ളപ്രവാചകന്മാരുടെ രൂപം എന്താണ്? ആടിന്റെ വേഷം എന്ന് പറഞ്ഞാൽ നമ്മളെ പോലെ അഭിനയിച്ച് വരുമെന്ന, വേഷം കെട്ടി വരുമെന്ന. ഓക്കെ, അടുത്തത്. അവരുടെ അകം എന്തുവാണ്? കടച്ചു കീറുന്ന ചെന്നായാണ്. അടുത്ത വാക്യം. അപ്പൊ ഇവരെ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? അവരുടെ പ്രവചനങ്ങളാൽ തിരിച്ചറിയുമെന്നല്ല, പറ ഫലങ്ങൾ, വരങ്ങളാലല്ല. എല്ലാ വിശുദ്ധന്മാരും ശ്രദ്ധിച്ചോണം. ആരുടെയും വരം നോക്കി അവനെ നിങ്ങൾ വിശ്വസിക്കരുത്. ആ പാസ്റ്റ് പ്രാർത്ഥിച്ചപ്പോൾ ഭയങ്കര വിടുതൽ നടന്നു, ഈ പാസ്റ്റ് പ്രാർത്ഥിച്ചപ്പോൾ ഭയങ്കര രോഗശാന്തി നടന്നു. പണ്ടൊരിക്കൽ ഒരു സഹോദരി നമ്മുടെ ചർച്ചിൽ വരുമായിരുന്നു. അവരുടെ കുഞ്ഞിന് സുഖമില്ലാതെ വന്നപ്പോൾ അവർ വന്ന് പറഞ്ഞ, ഇവിടെ വെച്ച് പ്രാർത്ഥിച്ചിട്ട് വിടുതലില്ല, ഞങ്ങൾ ആ ചർച്ചിൽ പോയപ്പോൾ വിടുതൽ കിട്ടിയത്. എന്തൊരു ഗതികേടാണ് നോക്കി, ഒരു പാസ്റ്റർക്ക് വേണ്ടുന്ന കഷ്ടാലം നോക്കി. ഇവിടെ പല ആളുകളും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം ആദ്യമേ പറയാം, എനിക്ക് രോഗശാന്തി ചെയ്യാനുള്ള കൃപയില്ല. കാണിച്ച എനിക്ക് പ്രവചിക്കാനുള്ള കൃപയില്ല. പിന്നെ കണ്ണടച്ചിട്ട് വാക്യമൊക്കെ പറയാനറിയാം. മകനെ ഞാൻ നിന്നെ കൈവിടത്തില്ല, നീ വെള്ളത്തിലൂടെ പോയാലും മുങ്ങിപ്പോത്തലെന്നൊക്കെ പറയാനറിയാം. അല്ലാതെ എനിക്കറിയത്തില്ല. ദൈവത്തെ ഓർത്ത് സൂപ്പർഫിഷ്യൽ സാധനമൊന്നും എൻ്റെ ഇല്ല. എനിക്ക് ആകെ അറിയാവുന്നൊരു കാര്യം, വേദവസം കറ തീർത്ത് ഒരു കലർപ്പില്ലാതെ തന്റെ മക്കളുടെ നന്മയ്ക്ക് വേണ്ടി പറയാറിയാം. അസത്യം പറയത്തില്ലേ. എന്റെ വാക്കുകളിലൂടെ എന്തെങ്കിലും ഒരു തെറ്റ് വന്നാൽ നാളെ അത് തിരുത്താനും ഞാൻ തയ്യാറാണ്. പ്രൈസ് ലോർഡ്. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കണം, പാസ്റ്റർ എന്ന് പറയുന്ന ആള് സൂപ്പർ അല്ല. സൂപ്പർമാൻ. ഈ സൂപ്പർമാന്റെ പ്രത്യേകം എന്തോ? ഈ ആളുകൾ എന്ത് വിചാരിച്ചേക്കുന്നേ? അത് ആളുകളുടെ കുഴപ്പമല്ല, ആ പാസ്റ്റർമാർ തന്നെ ഉണ്ടാക്കിയ ഒരു ചിത്രമാണ്. ഞങ്ങൾ ആരാണ്? ഞങ്ങൾ സൂപ്പർമാനാണ്, ഞങ്ങൾ ദൈവമായിട്ട് ഭയങ്കര അടുത്ത ആളാണ്, ഞങ്ങൾ അണ്ടർവെയർ എടുത്ത് പാലിന്റെ വെളിയിടുന്ന ആളുകളാണ്. അതാ സൂപ്പർമാൻ. സാധാരണ എല്ലാവരും അകത്തിടും. സൂപ്പർമാൻ എന്ത് ചെയ്യും? പാലിന്റെ പുറത്തവന്റെ അണ്ടർഗാർമെന്റ് ഇടും. അപ്പൊ ഞങ്ങൾ വലിയ ആളുകളാണ്. ഈ ഒരു ധാരണ പൊതുവെ എല്ലായിടത്തും ഉണ്ട്. 90% ആളുകൾ അങ്ങനെ പോകുന്നത്. പക്ഷെ ഇവിടെ അങ്ങനല്ല. ഇവിടെ ഈച്ച് ആൻഡ് എവറി മെമ്പേഴ്സ് ഓഫ് ദ ചർച്ച് ഈസ് സെയിം വാല്യൂ. ആമേ. പിന്നെ ഞാൻ എന്തിനു പറഞ്ഞു വെച്ചാൽ, നാളെ നിങ്ങൾ ഇവിടെ വന്ന് നിന്നാൽ ഞാൻ അവിടെ ഇരിക്കും. ഞാൻ അവിടെ ഇരിക്കാത്തത് എന്തുകൊണ്ടാണ്? നിങ്ങൾ ഇവിടെ വരാത്തോണ്ടാ. അടുത്ത ആഴ്ച പറയാം, ഷൈനിസിസ് പറയാം, ഞാൻ പ്രസംഗിച്ചോളെന്ന് പറഞ്ഞാൽ ഞാൻ അതുകൊണ്ട് കസേരയെന്ന് കേൾക്കും, പക്ഷെ വരത്തില്ല. അറിയാമെങ്കിലും സംസാരിക്കത്തില്ല. അതിന്റെ പ്രശ്നം കാരണം അറിയുമോ? നമ്മുടെ മൈൻഡ് വെച്ചേക്കുന്നത് ജോണച്ചാൻ മാത്രമല്ല, അങ്ങനെയൊന്നും അല്ല. ഈച്ച് ആൻഡ് എവറി മെമ്പേഴ്സ്, എന്റെ ശരീരത്തിലെ എല്ലാ അവയവങ്ങൾക്കും തുല്യ പ്രാധാന്യം അല്ലേ? ഈ ഒരു റെവലേഷൻ ചർച്ചിന് വരണം.
ഈ റെവലേഷൻ ചർച്ചിന് വന്നാൽ മാത്രമേ ചർച്ച് പൊതുലോകത്തിന് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? അനുഗ്രഹമായി മാറാം. അല്ലാതെ പാസ്റ്റർ എപ്പോഴും സൂപ്പർമാൻ ആയി പോകും. പാസ്റ്റർ പ്രാർത്ഥിക്കണം, അയ്യോ വേണ്ടെന്നേ. ഹലോ ജോൺ ബ്രദർ ആണോ? ഹലോ പ്രൈസ് ദി ലോർഡ്. എന്റെ അച്ഛന് സുഖമില്ല. ഈ പറയുന്ന 2 മിനിറ്റ് പോരെ മേളിലോട്ട് ചോദിച്ചൂടെ? നിന്റെ അച്ഛൻ മേളിൽ ഇരിപ്പില്ലേ? ആലോചിച്ച് നോക്ക്. ഈ ഫോണിൽ വിളിച്ച ഒരാളോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം വേണ്ടെന്ന് പറയില്ല. പൗലോസ് അപ്പോസ്തലൻ വരെ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നത്. അത് നമ്മുടെ കൂട്ടായ്മയുടെ ഭാഗമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഓർത്ത് പ്രാർത്ഥിക്കുന്നത് അത് സ്നേഹത്തിന്റെയും കൂട്ടായ്മയുടെ ഭാഗമാണ്. പക്ഷെ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരാളെവിടെ ഉണ്ട്? വെള്ളമുണ്ട്. ഫോൺ എടുത്ത് കുത്തുന്ന സമയം കൊണ്ട് മുട്ടുമടക്കി, പിതാവേ എന്നെ ഒന്ന് വിടുവിക്കണം, എന്റെ വിഷയത്തിൽ മറുപടി തരണമെന്ന് പറഞ്ഞാൽ മറുപടി തരുന്ന, പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം നമുക്കുണ്ടെന്നേ. ഹല്ലേലൂയ. അത് വിശ്വസിക്കുന്നുണ്ടോ? പുതിയ ദൈവത്തിന്റെ വാക്യം ഓർമ്മയുണ്ടോ? നാം അവനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു എന്നത് നമുക്ക് അവനോടുള്ള ധൈര്യമാകുന്നു. അതിന്റെ അർത്ഥം എന്താ? എന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു എന്നത് എന്റെ ധൈര്യം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. കേട്ടാൽ അർത്ഥം എന്താ? മറുപടി ഉണ്ടെന്നാണ്. ഓക്കെ, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, തിരിച്ചു വരിക. ഇനി ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? മുള്ളുകളിൽ നിന്ന് മുന്തിരിപ്പഴവും. അപ്പൊ മുള്ളും ഞെരിഞ്ഞിലും, മുള്ളുകളിൽ നിന്ന് മുന്തിരിപ്പഴവും, ഞെരിഞ്ഞിലുകളിൽ നിന്ന് അത്തിപ്പഴവും. ഇതാരെ കുറിച്ചായി പറയുന്നത്? ശ്രദ്ധിക്കൂ. ആരെ കുറിച്ചായി പറയുന്നേ? കള്ളപ്രവാചകന്മാരെ സൂക്ഷിക്കണം. നിങ്ങളെ അവര് ആടുകളുടെ വേഷം കൊണ്ട് നിങ്ങളുടെ അടുക്കൽ വരും. പക്ഷെ നിങ്ങൾ അവരെ അവരുടെ ഫലങ്ങളാൽ, അവരുടെ പ്രോഫസിയാൽ തിരിച്ചറിയണമെന്നല്ല, അവരുടെ ഫലങ്ങളാൽ തിരിച്ചറിയണം. മുള്ളുകളിൽ നിന്ന് മുന്തിരിപ്പഴവും ഞെരിഞ്ഞിലിൽ നിന്ന് അത്തിപ്പഴവും പറിക്കാറുണ്ടോ? അപ്പൊ മുള്ളും ഞെരിഞ്ഞിലും എന്തിനെയാ കാണിക്കുന്നത്? പറ. കള്ളപ്രവാചകന്മാരെയാ. അപ്പൊ ആദമിനോട് പറയാ, ഡവേ നീ പുറത്തു പോ, നീ എന്തുവാ കഷ്ടത്തോടെ അഹോവൃത്തി കഴിക്കും. അടുത്തത് നിനക്ക് അവിടെ എന്തുണ്ടാകുന്ന? മുള്ളും പറക്കാരെ ഉണ്ടാകും. അപ്പൊ മുള്ളും പറക്കാരെ എന്തു കൊടുത്ത്? മനസ്സിലായോ? അതായത് നീ തോട്ടത്തിന്റെ പുറത്തു പോയാൽ അവിടെ മുള്ളും കാറ്റാടി മറ്റേ മുള്ളും ഉണ്ടാവുന്നല്ല, തൊട്ടാവാടി മുള്ളുണ്ടാകുന്ന കഥയല്ല. നിന്നെ തെറ്റിക്കാൻ, നിന്നെ തിന്മയിലേക്ക് നടത്താൻ അവിടെ എന്തുണ്ടായി വരും? നിന്നെ ദൈവത്തിന്റെ മാർഗത്തിൽ നിന്ന് തെറ്റിച്ചു കളയാൻ, സത്യമാർഗത്തിൽ നിന്ന് തെറ്റിച്ചു കളയാൻ എന്തുണ്ടായി വരുമെന്ന? മുള്ളും പറക്കാരെ ഉണ്ടാവുന്നത്. അസത്യം പഠിപ്പിക്കുന്ന റോങ് ടീച്ചേഴ്സ് ഈ തോട്ടത്തിന്റെ പുറത്തുണ്ടെന്ന് അർത്ഥം. 3-4 ദിവസം എടുക്കും മനസ്സിൽ കയറാൻ. നമ്മുടെ എല്ലാ മനസ്സിലെന്തോ? ഞാൻ കപ്പയിടുമ്പോൾ തൊട്ടാവാടി മുള്ളുണ്ടാകുമെന്ന. അങ്ങനെയല്ലേ പഠിപ്പിച്ചിട്ടുള്ളത്. ഇത് തൊട്ടാവാടി മുള്ളിന്റെ കഥയല്ല, ഞെരിഞ്ഞിന്റെ മുള്ളിന്റെ കഥയല്ല. നീ തോട്ടത്തിനകത്തിരിക്കുമ്പോൾ യു വിൽ ഗെറ്റ് ദ റെവലേഷൻ ഓഫ് ദ ലോർഡ്. ഹല്ലേലൂയ. അതാണ് ജീവന്റെ വൃക്ഷം. മനസ്സിലായി? ജീവന്റെ വൃക്ഷം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ഉപദേശമാണ്, സത്യത്തിന്റെ ഉപദേശമാണ്, ജീവന്റെ ഉപദേശമാണ്, നിത്യജീവന്റെ ഉപദേശമാണ്. പക്ഷെ തോട്ടത്തിന്റെ പുറത്തോ നിന്നെ തെറ്റിക്കാൻ, വഞ്ചിക്കാൻ, നിന്നെ ചതിക്കാൻ എന്തുണ്ട്? മുള്ളും ഞെരിഞ്ഞിലും ഉണ്ടാകും. ദാറ്റ് ഈസ് റോങ് ടീച്ചിങ്. ഹല്ലേലൂയ. എന്ത് വാടാ എന്ന് മനസ്സിലാക്കി തരാൻ. ഓക്കെ, അപ്പൊ ഇനി മനസ്സിലാക്കേണ്ട കാര്യം, അത് ആരെ കുറിച്ചാ പറഞ്ഞിരിക്കുന്നത്? എബ്രായ ലേഖനത്തിൽ അതിനെക്കുറിച്ച് പറയാണ്. അവിടെ മുള്ളും ഞെരിഞ്ഞിലേ ഉള്ളൂ. അതിനെ എടുത്ത് അവസാനം എന്ത് ചെയ്യുന്നു? തീക്കത്തിട്ട് കത്തിച്ചു കളയും. അതിന്റെ അർത്ഥം എന്താ? കള്ളപ്രവാചകരെയും കള്ളം വിശ്വസിച്ചവരെയും അസത്യം വിശ്വസിച്ചവരെയും തെറ്റിച്ചവരെയും വഞ്ചിച്ചവരെയും എല്ലാം കൂടെ എന്ത് ചെയ്യുന്ന? ന്യായം വിധിച്ച് തീക്കത്തിട്ട് കത്തിക്കുന്ന. ഇറ്റ്സ് അബൌട്ട് ദ ജഡ്ജ്മെന്റ്. ഒരു ഹല്ലേലൂയ. ഓർമ്മയുണ്ടോ ഞാൻ പണ്ട് പറഞ്ഞ പൊടിയായിരുന്നു നീ പൊടിയിലേക്ക്? എന്നതിനർത്ഥം നമ്മൾ ഏറ്റവും കൂടുതൽ വാക്യം എവിടെ കേൾക്കുന്നത്? ഒന്നുകിൽ മലമുകളിൽ കേൾക്കും, അല്ലെങ്കിൽ പരുത്തിപ്പാറ കേൾക്കും. നീ പൊടിയാകുന്നു പൊടിയിലേക്ക് തിരികെ. അതൊന്ന് നീട്ടി കുറുക്കിയൊക്കെ എല്ലാരും പറയില്ലേ? നമ്മുടെ മനസ്സിൽ എന്താ ചിന്ത? മണ്ണിന്ന് വന്ന് മണ്ണിൽ. അങ്ങനല്ല. ഇവൻ എവിടെ നിന്ന് എടുത്തത്? ഇസ് ഫ്രം ദ ഡസ്റ്റ്. ഡസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നാച്ചുറൽ മനുഷ്യന്റെ നടുവിൽ ആരെ എടുത്തു? ആദമിനെ എടുത്തു. എന്നിട്ട് തമ്പുരാൻ പറയാ, ഇപ്പൊ നീ എന്ത് കളഞ്ഞു? ജീവനെ നഷ്ടപ്പെടുത്തിയത് കൊണ്ട്, നന്മതിന്മയുടെ അറിവിൽ ആശ്രയിച്ചത് കൊണ്ട്, ദൈവാശ്രയം നഷ്ടപ്പെട്ടത് കൊണ്ട്, ദൈവികമായ ഉടമ്പടിയിൽ നിന്ന് ഔട്ടായതുകൊണ്ട് നിന്നെ എവിടെ നിന്ന് എടുത്തോ അങ്ങോട്ട് തിരിച്ചു എന്ന് പറഞ്ഞാൽ യു ആർ ഗോയിങ് ബാക്ക് ടു ദ നാച്ചുറൽ മാൻ.
കേൾക്കാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ. ഇത് കേൾക്കുന്ന ചെവികൾ ഭാഗ്യമുള്ള ചെവികൾ. അല്ലാത്തവരെല്ലാം പൊടിയാകുന്നു, പൊടിയിനെയൊക്കെ ചിരുന്ന് പറഞ്ഞിട്ട് ചെളിയായി പോകുന്ന അറിയാം. അതല്ല. ഇറ്റ്സ് നോട്ട് ടോക്കിംഗ് അബൌട്ട് us, ഇറ്റ്സ് ടോക്കിംഗ് അബൌട്ട് ദ നാച്ചുറൽ. യു ആർ ഗോയിങ് ബാക്ക് ടു ദ നാച്ചുറൽ ലൈഫ്. ആമേൻ. തോട്ടത്തിന്റെ പുറത്ത് നാച്ചുറൽ ലൈഫ്, ഡസ്റ്റിലേക്ക് തിരിച്ചു പോകുന്നു. അവിടെ എന്തുണ്ട്? മുള്ളുണ്ട്, പറക്കാരയുണ്ട്. ആമേൻ. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? നീ അവിടെ കൃഷി ചെയ്യും, അവിടെ മുള്ളുണ്ടാകും. ഇതെന്തൊരു ദൈവമാണ് ഇത്? നിസാര കാര്യം പറയുന്നത് ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഇത്രയും ഒരു നിസാര കാര്യം, അവിടെ തൊട്ടാപാടി മുള്ളുണ്ടാകുന്ന കാര്യം പറയേണ്ട ആവശ്യമുണ്ടോ? അല്ലല്ല. ഈസ് ടോക്കിംഗ് അബൌട്ട് ഡിസപ്ഷൻ, ഫോൾസ് ടീച്ചിങ്സ്, ഫോൾസ് പ്രോഫറ്റ്സ്, ഡിസീവിംഗ് സ്പിരിറ്റ്, ഡിസീവിംഗ് ടീച്ചേഴ്സ് ഈസ് ഗോയിങ് ടു ഡിസീവ് യു. There is so many deception outside the garden. ഇനി നിങ്ങൾ ഈ റെവലേഷൻ വെച്ചിട്ട് വേണം തിരിച്ചു വരണം. ഒരിക്കൽ സ്വർഗീയദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ അവരെ എന്ത് ചെയ്യാൻ പറ്റില്ല? മാനസാന്തരത്തിലേക്ക്. അപ്പം നിങ്ങൾ നോക്കി, ഭയങ്കര ഡേഞ്ചറസ് വാക്യത് എന്ന് പറഞ്ഞാൽ ഒരിക്കൽ ഇതൊക്കെ അനുഭവിച്ചിട്ട് തിരിച്ചു പോയാൽ പിന്നെ ജന്മത്ത് എന്ത് പറ്റത്തില്ല? രക്ഷപ്പെടാൻ പറ്റില്ല. ഇത് ആരോടാ സംസാരിക്കുന്നത്? ഇറ്റ്സ് നോട്ട് ടോക്കിംഗ് അബൌട്ട് ദ ക്രിസ്ത്യൻസ്. യേശുക്രിസ്തുവിനെ വിശ്വസിച്ചവരോടല്ല. ശ്രദ്ധിക്കണം. യേശുക്രിസ്തുവിനെ വിശ്വസിച്ച് രക്ഷയുടെ അനുഭവത്തിലേക്ക് അല്ലെങ്കിൽ രക്ഷയെ സ്വീകരിച്ച ആളുകളെ കുറിച്ച് ബൈബിൾ എന്താ പറഞ്ഞേക്കുന്നത്? 1, 2, 3 വാക്യം ഒന്ന് വായിച്ച് സഹായിക്കണം. 2 കൊരിന്ത്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം ക്വിക്കായിട്ട് വായിക്കണേ. 2 കൊരിന്ത്യ ലേഖനം 1:22. Glory to God. 2 കൊരിന്ത്യർ എവിടാന്നറിയാമോ? 1 കൊരിന്ത്യർ കഴിഞ്ഞ. 1:22. അവർ നമ്മെ മുദ്രയിട്ടും ആത്മാവ് എന്ന അച്ചാരം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നുമിരിക്കുന്നു. പരിശുദ്ധാത്മാവിനെ എന്ത് ചെയ്തിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നത്? ഇവര് പരിശുദ്ധാത്മാവിനെ ടേസ്റ്റ് ചെയ്തതല്ല, പരിശുദ്ധാത്മാവിനെ എന്ത് ലഭിച്ചിരിക്കുന്നു? മുദ്ര. ഞാൻ പറഞ്ഞ ശ്രദ്ധിക്കുക, മുദ്രയിട്ട്. അപ്പൊ ക്രിസ്തുവിനെ വിശ്വസിച്ച ആളുകൾ, ക്രിസ്തുവിന്റെ കാൽവറി മരണത്തെ വിശ്വസിച്ചവർക്ക് എന്ത് കിട്ടി? പരിശുദ്ധാത്മാവിന്റെ മുദ്ര കിട്ടി. മുദ്ര എന്ന് പറഞ്ഞ എന്തോ? ഗ്യാരണ്ടി കാർഡ്. നമ്മൾ പറയത്തില്ല, ചില വസ്തുക്കൾ വാങ്ങിക്കുമ്പോൾ ഗ്യാരണ്ടി കാർഡ് കിട്ടത്തില്ലേ? സിഗ്നേച്ചർ അല്ല, ഗ്യാരണ്ടിയാ. ആ ഗ്യാരണ്ടി കാർഡിന്റെ സിഗ്നേച്ചർ സീൽ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ ഈ വസ്തു കേടായാലും എന്ത് ചെയ്യും? ഇതിന്റെ ഉടമസ്ഥര്, കമ്പനിക്കാർ അതിനെ സർവീസ് ചെയ്യും അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യും. വാറണ്ടി ഉണ്ട്, ഗ്യാരണ്ടി ഉണ്ട്. മിക്കവാറെല്ലാം വാറണ്ടിയാണ് കിട്ടുന്നത്, ഗ്യാരണ്ടി വളരെ കുറവാണ്. വാറണ്ടി എന്ന് പറഞ്ഞാൽ എന്താ? സർവീസ്. ഗ്യാരണ്ടി എന്ന് പറഞ്ഞാലോ റീപ്ലേസിങ്. ഗ്ലോറി. ഓക്കെ. അപ്പൊ ഇത് പരിശുദ്ധാത്മാവിനെ കൊടുത്തിട്ട് പറയാ, ഇത് നിങ്ങൾക്ക് രക്ഷ കിട്ടും എന്നതിന്റെ വാറണ്ടിയാണ്. നോ വാറണ്ടി അല്ല, ഗ്യാരണ്ടി. നോ വാറണ്ടി. ദർ ഇസ് നോ വാറണ്ടി ഇൻ ക്രിസ്ത്യാനിറ്റി, only guarantee. The Holy Spirit is the guarantee for salvation. Ephesians chapter 1:13 എന്ന് എടുത്ത്, എഫേസ്യർ 1:13 എടുത്ത് ക്വിക്കായിട്ട് എടുക്കും. 2-3 വാക്യം ഒന്ന് പെട്ടെന്ന് വായിക്കും. ഇത് അല്ല മക്കളെ, 1:13. എഫേഷ്യൻസ് ചാപ്റ്റർ 1:13. നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം കേട്ടാ കേൾക്കുകയും വിശ്വസിക്കുകയും ചെയ്തിട്ട് തന്റെ സ്വന്തം ജനം. ഏതായി തന്റെ സ്വന്തം ജനം? ഇത് ഈ ബൈബിൾ വായിക്കുമ്പോൾ ഈ തന്റെ സ്വന്തം ജനം എന്ന് പറയുമ്പോൾ അത് ഞാനാണേ എന്ന് പറയില്ല കേട്ടോ. ആരത്? ഇസ്രായേൽ ജനമാ, യഹൂദനാണ്. തന്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിനായി. അടുത്തത് പുകഴ്ചയ്ക്കായി എന്തോന്നുകൊണ്ട് മുദ്രയിട്ടിരിക്കുന്നു? അവകാശത്തിന്റെ അച്ചാരമായി പരിശുദ്ധാത്മാവ് കൊണ്ട് മുദ്രയിട്ടിരിക്കുന്നു. ഹോളി സ്പിരിറ്റ് കൊണ്ട്. ശ്രദ്ധിക്കണം, ഈ മുദ്ര ഇത് ആരുടെ മുദ്രയാ? നിങ്ങൾക്കറിയാമോ, പണ്ട് മിശിഹാമ്പരം മരിച്ച് അടക്കപ്പെടുമ്പോ കല്ലറയ്ക്ക് കൊണ്ടുവന്ന് സീൽ വെച്ച് ആരാ? റോമാക്കാർ സീൽ വെച്ചില്ലേ? റോമാക്കാരുടെ സീലിനെ പൊട്ടിക്കാൻ ആർക്കും പറ്റുമോ? നമ്മുടെ പാസ്റ്റർമാർ പറഞ്ഞു, റോമൻ ഇമ്പീരിയൽ മുദ്രയെ പൊട്ടിച്ച് നമ്മുടെ കർത്താവ് ഉയർത്തി. റോം ഒരു മുദ്ര കൊണ്ട് പൊട്ടിക്കാൻ പറ്റില്ല. ഇത് ആരാ മുദ്ര വെച്ചേക്കുന്നത്? യേശു ക്രിസ്തു 1-ാം നൂറ്റാണ്ടിൽ യേശുവിനെ ആരൊക്കെ വിശ്വസിച്ചു അവരെ എല്ലാം പരിശുദ്ധാത്മാവിനെ കൊടുത്തു പറഞ്ഞു, ദിസ് ഈസ് സീൽ ഓഫ് ഗോഡ്, നോബഡി കാൻ ബ്രേക്ക് ഇറ്റ് എന്ന് പറഞ്ഞാൽ ഇവരുടെ രക്ഷ ഉറപ്പാണ്. ഇവിടെ ഇനി ബ്രദറൻകാരനല്ല, പെന്തിക്കോസ് അല്ല, ബാപ്റ്റിസ്റ്റ് അല്ല, ഇനി ഏതവും പറഞ്ഞാലും യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന്റെ രക്ഷ
ഉറപ്പാണ്. അതിനെ പൊളിക്കാൻ ലോകത്താർക്കും പറ്റത്തില്ല. കാരണം യേശു പറഞ്ഞു, എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു. യോഹന്നാൻ 10, അവ എന്റെ വാക്ക് കേൾക്കുന്നു, ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവയെ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കാൻ ആർക്കും കഴിയുന്നില്ല. Do you believe that? The assurance of salvation. ഹല്ലേലൂയ. രക്ഷയ്ക്ക് ഉറപ്പുണ്ടെന്ന് വിശ്വാസമുണ്ടോ? അതോ ഇങ്ങനെ തുമ്മിയ തെറിക്കുന്ന മൂക്കാണോ? The salvation is assured because it is a seal of God. God's seal is upon the people of God. എഫെസ്യർ 4:30 നോക്കി, പരിശുദ്ധാത്മാവിനെ വീണ്ടെടുപ്പ് നാളിലേക്ക് എന്ത് ചെയ്തിരിക്കുന്നു? മുദ്ര കുത്തിയിരിക്കുന്നു. 4:31. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ആ വാക്യം അറിയത്തില്ലേ? 4:30. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അവനാണല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്ര എഴുതിയിരിക്കുന്നത്. എന്തോ മുദ്ര? ഇപ്പൊ വീണ്ടെടുപ്പ്. ഇത് എന്റെ പ്രിയപ്പെട്ട ഇത് കേൾക്കണം. ഈ വീണ്ടെടുപ്പ് നാളിലേക്ക് മുദ്ര എന്ന് പറയുമ്പോൾ എന്താ നിങ്ങൾക്ക് മനസ്സിലാവുന്നേ? ഇത് വലിയ പ്രശ്നം. 4:30 വീണ്ടെടുപ്പ് നാളിലേക്ക് മുദ്ര എന്ന് പറയാൻ എന്താ മനസ്സിലായേ? ഒന്ന് പറഞ്ഞേ. നമ്മൾ വീണ്ടെടുക്കാൻ ഇരിക്കുവാണോ? അല്ല. ഇസ് ടോക്കിംഗ് അബൌട്ട് ദ ജൂയിഷ് പീപ്പിൾ. അവരുടെ വീണ്ടെടുപ്പ് നടന്നിട്ടില്ല. അവരുടെ വീണ്ടെടുപ്പ് നടക്കുന്നത് എപ്പോഴാണ്? കർത്താവ് യേശു ക്രിസ്തുവിന്റെ സെക്കൻഡ് കമ്മിങ്ങില്. ലൂക്കോസ് 21:28. ഇതൊക്കെ സംഭവിക്കുമ്പോൾ നിങ്ങളുടെ തലകൾ ഉയർത്തുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കും. വായിക്കണ്ട, വേണേ ആള് വായിച്ചോട്ടെ. വീണ്ടെടുപ്പ് എപ്പോഴാണ് വരുന്നത്? ക്രൈസ്റ്റ് കംസ്. അപ്പൊ അവർ വന്നു, ഇതൊക്കെ സംഭവിക്കുന്നത് യെരുശലേമിനെ ചുറ്റും ഇങ്ങനെ സൈന്യം വളയുമ്പോൾ, ഇതൊക്കെ സംഭവിക്കുമ്പോൾ, ആകാശത്തിന്റെ ശക്തി ഇളകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കോണം, നിങ്ങളുടെ തലകൾ ഉയർത്തിക്കോണം. എന്തുവാ? നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്ത്. അപ്പം അവരുടെ വീണ്ടെടുപ്പ് എപ്പോഴാ? സെക്കൻഡ് കമ്മിങ്ങിലാണ് സംഭവിക്കുന്നത്. ഓക്കെ. അപ്പൊ ആ സെക്കൻഡ് കമ്മിങ്ങിൽ സംഭവിക്കുന്ന വീണ്ടെടുപ്പിനായിട്ട് ഇവരെ എന്ത് ചെയ്തിരിക്കുന്ന? പരിശുദ്ധാത്മാവിനെ മുദ്രയിട്ടിരിക്കുന്നു. ഇനി വാക്യം എടുക്കേണ്ട, ഒറ്റ വാക്കിയോടെ പറഞ്ഞങ്ങ് വിടാം. 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നു, പരിശുദ്ധാത്മാവിനെ അച്ചാരമായി നമുക്ക് തന്നിരിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ഗ്യാരണ്ടി. ഒരു ചോദ്യം ചോദിക്കാം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഗ്യാരണ്ടി തീർന്നില്ല, അതിനേക്കാൾ ഭയങ്കര ഒരു ശക്തിയുണ്ട്. അതൊന്ന് വായിക്കണം ആരെങ്കിലും. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 37-ാം വാക്യം. അവിടെ നിന്ന് വലിച്ചു പറിക്കാൻ ആർക്കെങ്കിലും പറ്റുമെന്ന് നോക്കട്ടെ. റോമർ 8:37. എല്ലാരും ശ്രദ്ധിക്കണം. ആരെ സ്നേഹിച്ചവരെ? നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം പൂർണ്ണ ജയം പ്രാപിക്കുന്നു. നോക്കി, മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ആഴത്തിനോ എന്റെ പൊന്നെ, മുദ്ര ഒരു സൈഡിൽ കിടക്കുന്നു, ഇവിടെ വേറെന്താ കിടക്കുന്നത്? ആ വാക്യം വിശ്വസിക്കുന്നുണ്ടോ? എന്നോട് പിണങ്ങാതിരിക്കുക പറഞ്ഞേ. യേശു ക്രിസ്തുവിന്റെ വാക്ക് വിശ്വസിക്കാത്ത ഏക മനുഷ്യരാരെന്നറിയുമോ? ക്രിസ്ത്യാനികൾ. വിശ്വാസം. മരണത്തിനോ ജീവനോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ള ദൂതന്മാർക്കോ ഏത് സൃഷ്ടിക്കോ കർത്താവായ യേശു ക്രിസ്തുവിന്റെ, വായി തുറന്നെന്ന് പറ, യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ. അപ്പൊ നമ്മുടെ രക്ഷ എവിടാ പിടിച്ചിരിക്കുന്നത്? അതൊന്നും പറ്റത്തില്ല പാസ്റ്റർ, ഞാനൊരു കള്ളം പറഞ്ഞ ഉടനെ കർത്താവ് എന്നെ തള്ളിക്കളഞ്ഞു. അങ്ങനെയാന്ന്. എടാ, നീ പൊട്ടത്തരം കാണിക്കുമെന്നും നിനക്ക് വീഴ്ച പറ്റുമെന്നും നിനക്ക് താഴ്ച പറ്റുമെന്നും നിനക്ക് കുറവുകൾ ഉണ്ടാകുമെന്നും നിന്റെ ജീവിതത്തിനകത്ത് പരാജയം അറിയാവുന്ന ആള് തന്നെയാണ് നിന്നെ പിടിച്ചു വെച്ചേക്കുന്നത്. യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിങ്ങളെ വേർപിരിക്കാൻ ഈ ലോകത്തിൽ ഒരു ശക്തിക്ക് ഒരു സൃഷ്ടിക്കും പറ്റത്തില്ലെന്ന്. ദാറ്റ് ഈസ് അഷ്വറൻസ് ഓഫ് അവർ സാൽവേഷൻ. ആമേൻ. ഈ വാക്യങ്ങൾ വിശ്വസിക്കുന്നുണ്ടല്ലോ. മുദ്ര വെച്ചിരിക്കുന്നു, ആർക്കും വേർപിടിക്കാൻ പറ്റത്തില്ല. യേശു പറഞ്ഞു, എന്റെ പിതാവ് അറിയാതെ ആരും പുത്രന്റെ അടുക്ക വരത്തില്ല, എന്റെ അടുക്ക വരുന്നവരെ ഞാൻ ഒരിക്കലും കൈവിടത്തില്ല, എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവയെ എന്റെ കയ്യിൽ നിന്ന് ആർക്കും പിടിച്ചു പറിക്കാൻ. ഇതൊക്കെ ഉണ്ടല്ലോ വാക്യം. എത്ര വാക്യമുണ്ട്. എന്നിട്ട് ഇവിടെ എഴുതി വെച്ചിരിക്കുക, ഒരിക്കൽ പ്രകാശനം ലഭിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും വരുവാനുള്ള ശക്തി ആസ്വദിക്കുകയും ദൈവത്തിന്റെ നല്ല വചനം പ്രാപിക്കുകയും ചെയ്തവൻ തെറ്റിപ്പോയാൽ അവനെ മാനസാന്തരത്തിലേക്ക് പുതുക്കാൻ പറ്റത്തില്ല. ഹൂ ഈസ് ദിസ് ഫെലോസ്? ദേ ആർ നോട്ട് ക്രിസ്ത്യൻസ്, ദേ ആർ ഹീബ്രൂസ്. ആരാണ്? എബ്രായർ. ഇത് മനസ്സിലാക്കണം. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഉദാഹരണം പറയാം. ഇസ്രായേൽ മക്കൾ മിസ്രിയിൽ നിന്ന് പുറപ്പെട്ടോ? അതോ പുറപ്പെടണോ? വേണമെങ്കിൽ 1 മണിക്കൂർ മുമ്പ് വേണേ പുറപ്പെടാനില്ലേ? അങ്ങനെയാണ്. അങ്ങനെ ആരോട് പറയും? തമാശയാണ്. പുറപ്പെട്ടല്ലോ. ഇവരുടെ സാൽവേഷൻ അഷ്വർ ആവുന്ന എപ്പോഴാണ്?
അവിടുന്ന് പുറപ്പെടുമ്പോഴാണോ സാൽവേഷൻ അഷ്വർ ആവുന്നത്, അതോ എത്തിച്ചേരുമ്പോഴാണോ? ആർക്കറിയാം? മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടതല്ല രക്ഷ. മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടതിന്റെ പേർപ്പസ് വാഗ്ദത്ത നാട്ടിൽ എത്തുന്നതാണ്. അപ്പൊ വാഗ്ദത്ത നാട്ടിൽ എത്തുമ്പോഴാണ് സാൽവേഷൻ പൂർത്തിയാവുന്നത്, കംപ്ലീറ്റ് ആവുന്നത്. ഇറങ്ങി തിരിച്ചു എവിടെ പോയി? എങ്ങുമില്ല, മരുഭൂമി കിടന്ന് ചത്ത്. ഈ വരുന്ന വഴിയില് ഒരു 10-12 പേരെ ഒരുമിച്ച് യോശുവ എങ്ങോട്ട് വിട്ടു? കനാൻ ദേശം ഒറ്റ നോക്കാൻ വിട്ടു. അറിയാലോ നിങ്ങൾക്ക് എല്ലാവർക്കും. 10 പേര് പോയിട്ട് നോക്കി, എല്ലാം കണ്ടു. അവന്മാർ വലിയ മുന്തിരിക്കൊലയൊക്കെ ആയിട്ട് വന്നു. വലിയ മുന്തിരിക്കൊല അറിയാലോ നമുക്ക്, മുന്തിരിക്കൊല. അത് എസ്കലോൻ താഴ്വരയിൽ 2 പേര് ചേർന്നൊരു മുന്തിരിക്കൊലയാണ്. എന്തുമായിരിക്കും അതില്ലേ? നമ്മുടെ നാട്ടിലെ ഒരു 4 മുന്തിരിക്കൊല ഇട്ടാലേ 1 കിലോ കിട്ടത്തുള്ളൂ. ഇത് 2 പേര് ചുമക്കണമെങ്കിൽ എത്ര കിലോ കാണും? മിനിമം ഒരു 10-30 കിലോയെങ്കിലും കാണില്ലേ? ഇത്രയും വെയിറ്റ് ഉള്ള സാധനം, മാതളം, സമ്പൽ സമർത്ഥമായ കനാൻ ദേശം. ഈ 10 പേര് വന്നിട്ട് പറഞ്ഞു, എന്റെ പൊന്നു ചേട്ടാ, നമ്മൾ പരിപാടി നടക്കത്തില്ല, നമുക്കത് കിട്ടത്തൊന്നുമില്ല. ഇമാരിങ്ങോട്ട് വന്നപ്പോ എപ്പോഴും ശ്രദ്ധിച്ചോണം, അസത്യം ഭൂരിപക്ഷത്തിന്റെ കയ്യിലേ ഉള്ളൂ, ന്യൂനപക്ഷത്തിന്റെ കയ്യിൽ എന്തുള്ളൂ? എത്ര പേര് ചെവി കൊണ്ട് കേട്ടത്? സത്യം ആരുടെ കയ്യിലേ ഉള്ളൂ? 2 പേരുടെ കയ്യിലുള്ളൂ. ബാക്കി 10 പേരുടെ കയ്യിരിക്കുന്ന എന്തുവാ? അസത്യം. ഇവര് നോക്കിയിട്ട് പറഞ്ഞു, അയ്യോ എന്റെ പൊന്നു ചേട്ടാ, നമ്മൾ അവിടെ ചെന്നപ്പോ അവന്മാര് നമ്മള് വെട്ടിക്കിളിയുടെ കൂട്ട് തോന്നിയത്. ഭയങ്കരന്മാര്, മല്ലന്മാര്, മതിലാണെങ്കിൽ ആകാശം മുട്ട് നിൽക്കുന്ന മതില്. കാഴ്ചപ്പാടാ. പോരാട്ടം, ബന്ധനം, മുമ്പോട്ട് വിടുകയില്ലെന്ന് വാദിക്കുന്ന ശക്തികൾ. പണ്ടൊരു പ്രവചനമുണ്ട്, ഓർമ്മയുണ്ടോ? തകർത്ത് കളയുമെന്ന് വെല്ലുവിളിച്ച് മുമ്പോട്ട് വിടുകയില്ലെന്ന് പറഞ്ഞ് വാദിച്ച് തകർക്കുന്ന ചില ശക്തികൾ നിന്നെ മുമ്പോട്ട് തള്ളുന്നത് കാണുന്നുണ്ട്. എന്തോ പുറകോട്ട് വലിക്കുന്ന ശക്തി എന്ത് ചെയ്യുന്നു? മുമ്പോട്ട് തള്ളുന്ന. പ്രവാചകന് വായിച്ച് വന്നപ്പോ ഇങ്ങനെ പലപരാന്ന് വന്നതാ. പക്ഷെ എന്ത് ചെയ്യുന്നറിയാം? വിരോധാഭാസമായിപ്പോയി. പുറകോട്ട് വലിക്കുന്ന ശക്തി മുമ്പോട്ട് തള്ളുന്നത് കാണുന്നുണ്ട്. എന്തുവാന്ന് ഒരു പിടിയില്ല. ഞാൻ മനസ്സിലാക്കിയത് ഇത് വേറൊരു കുക്കുടു മന്ത്രവാദി ഗ്രൂപ്പായിരുന്നു. ബന്ധനം, പോരാട്ടം, മന്ത്രവാദം, അത് ഇത്, കൈവശം, ഇതൊക്കെ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ഈ ഗോഡ്സ് പീപ്പിൾ, ഞാൻ ചോദിക്കുക, ഈ തീക്കട്ടെ ഉറും ഭരിക്കൂ? സത്യം പറഞ്ഞു, we are the children of God. രക്തത്താൽ ജയം. തീക്കട്ടെ ഉറും ഭരിക്കോ? എടാ, അത്യുന്നതനായ ദൈവം ഇട്ടിരിക്കുക, അകത്തിരിക്കുക, എന്നിട്ട് കുറെ കൈവശമുണ്ടോ? അത് ഇളക്കാൻ കുറെ എണ്ണം. ഞാൻ ഒന്നും പറയുന്നില്ല. ഇതൊന്നും നമ്മുടെ ഇടയിൽ ദൈവത്തെ ഓർത്ത് ഇതിലേക്ക് പോകരുത്. നിങ്ങൾ ചിന്തിച്ചാൽ അത് നിങ്ങളുടെ അകത്തുണ്ടാവും. കാരണം നിങ്ങളുടെ തോട്ട്സ് കൊണ്ട് മാത്രമേ നിങ്ങൾക്ക് ഈ ഡിമൻസിനെ ഉണ്ടാക്കാൻ പറ്റൂ. നിങ്ങളായിട്ട് ഉണ്ടാക്കി വെക്കുന്ന കുറെ ഭൂതങ്ങളുണ്ട്. ദയവ് ചെയ്ത് ഭൂതങ്ങളെ ഉണ്ടാക്കണ്ട. ഹല്ലേലൂയ. ഓക്കെ, ഇനി അപ്പൊ ഈ മുന്തിരി എല്ലാം കൂടെ കൊണ്ടുവന്നു. 10 പേര് പറഞ്ഞു, നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പോകാൻ പറ്റത്തില്ല. ഇതാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡ്. ഈ 2 പേരുടെ കണ്ണ് പർവ്വതത്തിന്, ആ വലിയ നിൽക്കണേ, 2 പേരുടെ കണ്ണ് ആകാശം മുട്ട നിൽക്കുന്ന മലയുടെ മേടി പോയില്ല. അവര് നോക്കിയത് മാനം മുട്ട നിൽക്കുന്ന മതിലല്ല, അവര് നോക്കിയത് അതിന്റെ വാതിലിൽ വല്ല കാവൽക്കാരുണ്ടോ എന്ന് നോക്കി. ആ 2 പേരും വന്ന് ഈ ജനസമൂഹത്തോട് പറഞ്ഞു, സഹോദരന്മാരെ, മതിലുണ്ട്, സത്യമാണ്, ആകാശം മുട്ട നിൽക്കുന്ന മതില, പക്ഷേ കാവൽക്കാർ ശരണം പോയി എന്ന് പറഞ്ഞാൽ ആ മതിലിന് കാവൽക്കാരില്ല. മനസ്സിലാവുന്ന ഞാൻ പറഞ്ഞു വരുന്നേ? ഇതാണ് ഇത്. ഈ സംഭവവും ആ സംഭവവും തമ്മിൽ നിങ്ങൾ ചേർത്ത് വായിക്കണം. യേശുക്രിസ്തുവിനെ രക്ഷിക്കാൻ പറ്റും. പറ്റത്തില്ലടോ, നമ്മൾ രക്ഷപ്പെടത്തില്ലെന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകൾ, നമുക്കിത് പ്രാപിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് വാദിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. എന്നാൽ 2 പേര് പറഞ്ഞു, ഇല്ലില്ല, ആ മതില് ഭയങ്കര മതിലാണ്, ആകാശം മുട്ട നിൽക്കുന്ന മതിലാണ്, പക്ഷെ അതിന്റെ വാതിൽ കാവൽക്കാർ അവിടെ ഇല്ല. ശരണം പോയി എന്ന് പറഞ്ഞാൽ അതിന്റെ കാവൽക്കാർ ഓടിപ്പോയി. ആമേൻ. 10 പേര് പറഞ്ഞു, യോ, അവിടുത്തെ മല്ലന്മാരെ കണ്ടപ്പോ ഞങ്ങൾക്ക് വെട്ടിക്കിളിയുടെ കൂട്ട് തോന്നി.
എപ്പോഴും ശ്രദ്ധിച്ചോണം, നീ നിന്നെ വെട്ടിക്കിളിയാക്കരുത്. ദൈവം നിന്നെ വെട്ടിക്കിളിയാക്കിയിട്ടില്ല. പക്ഷെ ഈ രണ്ടുപേർ പറഞ്ഞെന്നറിയോ, ഞങ്ങള് വെട്ടിക്കിളിയൊന്നുമല്ല, അവർ നമ്മുടെ ബ്രെഡ് ടു അസ്. ഇംഗ്ലീഷ് വായിച്ചാൽ തന്നെ അവർ നമുക്ക് ബ്രെഡാണെന്ന്, അപ്പമാണ്. ആലോചിച്ച് നോക്ക്. അപ്പം 18 അടി 20 അടി ഹൈറ്റുള്ള മല്ലനെ കണ്ടപ്പോ രണ്ടുപേർക്ക് എന്താ തോന്നിയത്? 18 അടി ഹൈറ്റുള്ള ബ്രെഡ്. വിശ്വാസം ഇല്ലാത്തവനെന്ന് തോന്നി? ഞങ്ങളാര്? വെട്ടിക്കിളി. മനസ്സിലാവുന്ന കാഴ്ചപ്പാട്? ഇത് സെയിം തിങ് ഹാപ്പൻഡ് ടു ദ പീപ്പിൾ ഓഫ് ഇസ്രായേൽ ദ ഫസ്റ്റ് സെഞ്ചുറി. Salvation is coming. Redemption is coming. But the people are not believing that. They cannot hold it. അയ്യോ ഇത് കിട്ടുമോ, ഉയർപ്പ് കിട്ടുമോ, രക്ഷ കിട്ടുമോ? Their unbelief, അവിശ്വാസം അവരെ ബാധിച്ചിരിക്കുന്നു. ചേർന്നാമേൻ. ഹല്ലേലൂയ. പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ രണ്ടുപേരും പറഞ്ഞെന്തുവാ? നമുക്കത് കിട്ടും. നമ്മൾ അവരെ മുമ്പിൽ വെട്ടിക്കിളി ഒന്നല്ല, അവരെ നമുക്ക് ബ്രെഡാ. ഒരു ചോദ്യം, നമ്മുടെ ശത്രുവിനെ ബ്രെഡായിട്ട് കണ്ടാ പേടിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഏതെങ്കിലും ബ്രെഡ് നിങ്ങളെ കടിക്കുമോ തിരിച്ച്? നിങ്ങൾ കടിക്കുന്നതല്ലാതെ അത് നിങ്ങളെ കടിക്കും. അപ്പൊ നമ്മുടെ മൈൻഡിലെ പ്രതിസന്ധി എങ്ങനെ കാണണം? ഭയങ്കര പ്രതിസന്ധിയെ വലിയൊരു ബ്രെഡായിട്ട് കാണണം. വലിയ മതിൽ നോക്കരുത്, വാതിലെ നോക്ക. വിവരവും വിശ്വാസം ഉള്ളവൻ അവൻ ഒരിക്കലും മതിലിന്റെ പണി നോക്കത്തില്ല. അവിടെ കാവൽക്കാരുണ്ടോ നോക്കും. എന്നർത്ഥം അവിടെ ആളില്ലെങ്കിൽ നമ്മൾ അകത്ത് കയറുമെന്ന്. മൂന്നാമത്, ഈ രണ്ടുപേര് ദൈവം തമ്പുരാന്റെ തീറാധാരമുണ്ട്. തീറാധാരം എന്നറിയാലോ. കഴിഞ്ഞ ദിവസം എന്നെ ഒരു ആന്റി വിളിച്ചിട്ട് പറയാം, എന്റെ പൊന്ന് ചേട്ടാ പ്രാർത്ഥിക്കണം, വസ്തു ഒന്നും വിൽക്കാൻ പറ്റുന്നില്ല. കാരണം വല്യപ്പനൊരു വലിയ പണി ചെയ്തു. ഏതാ? കിളവൻ, പഴയാണ്. എന്തോ എടുത്തറിയുമോ? മകൾക്കും മക്കളുടെ മക്കൾക്കും അവരുടെ മക്കൾക്ക് എഴുതി കൊടുത്തേക്കും. ഇതെങ്ങനെ വിൽക്കും? സത്യം. മക്കൾക്ക് എടുത്തു കൊടുത്തു, മക്കളുടെ മക്കൾക്കും അവരുടെ മക്കളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ ഇത് വായിച്ചു നോക്കുന്ന വിൽക്കാൻ പറ്റത്തില്ല. കാരണം എന്തുവാ? ഇത് തലമുറയായിട്ട് ഒരു വല്ലാത്ത കൊള്ളി ഒപ്പിച്ചു വെച്ച വല്യപ്പൻ. നേരം ജമ്മത്ത് നീ വിൽക്കരുതെന്ന്. പക്ഷേ ഇങ്ങനൊരു ആധാരമല്ല. അതുകൊണ്ട് അബ്രാമിന് ദൈവം ഒരു ആധാരം കൊടുത്തു. നീ കാൽ ചവിട്ടുന്ന ഭൂമി നിനക്കും നിന്റെ സന്തതിക്കും ശാശ്വതവകാശമായി തരൂ. തീരാധാരമുണ്ട്. 2 പേരുടെ കണ്ണ് ആധാരത്തിൽ പോയി, 10 പേരുടെ കണ്ണ് ആളുകളിൽ പോയി. 2 പേര് പറഞ്ഞു, ഞങ്ങൾക്ക് ഗ്യാരണ്ടി ഉണ്ട്. കാരണം ഞങ്ങളുടെ പിതാവിന് തമ്പുരാൻ കൊടുത്തൊരു വാക്തത്വമാണ്, ഈ ദേശം ഞങ്ങളുടെ മക്കൾക്കും മക്കളുടെ മക്കൾക്കും ശാശ്വതവകാശം. എന്നതിന്റെ അർത്ഥം നമുക്കത് പിടിക്കണ്ടോ, അത് നമ്മുടെ വകയാ. ഹല്ലേലൂയ. നമുക്ക് വെട്ടിപ്പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ദാറ്റ്സ് our property. That belongs to our father. ഹല്ലേലൂയ. അപ്പൊ ശ്രദ്ധിക്കണം, 10 പേര് പറഞ്ഞത് കേട്ട ആളുകൾ എന്ത് പറഞ്ഞു? ശ്രദ്ധിക്കണം, 10 പേര് പറഞ്ഞ് കേട്ടിട്ട് ആളുകൾ പറഞ്ഞു, നമ്മൾ എന്തിനാടാ ഇവിടെ കൊണ്ട് ചാകം കൊണ്ടുവന്നെയാണോ? ഞങ്ങൾ ഈ മരുഭൂമി കിടന്ന് ചത്തുപോത്തില്ലേ? നമുക്ക് മിസ്രൈമിൽ പോകാം. അവിടെ നമുക്ക് വെളുത്തുള്ളിയുണ്ട്, ചുവന്നുള്ളിയുണ്ട്, വെള്ളരിക്കയുണ്ട്, മീനുണ്ട്. എനിക്കറിയത്തില്ല ഇതിന്റെയൊക്കെ കോമ്പിനേഷൻ എന്തുവാണ്. വെള്ളരിക്കയും മീനും കൂടെ ഒരുമിച്ച് കറി വെക്കൂ. ഞങ്ങൾ അവിടെ ഇറച്ചിക്കല്ലത്തിന്റെ കീഴിലായിരുന്നു. ഇതെല്ലാം പറഞ്ഞിട്ട് ഇവർ തിരിച്ചു വന്നു തുടങ്ങി. സർവശക്തനായ തമ്പുരാൻ പറഞ്ഞു, ഈ പിറുപിറുത്ത ഒറ്റ ഒരുത്തൻ എവിടെ പോകത്തില്ല? കനാനി പോകത്തില്ല. കാരണം എന്താ? നിങ്ങൾ സ്വർഗീയദാനം ആസ്വദിച്ചവരാ. ഓ മൈ ഗോഡ്. നിങ്ങൾ മന്ന തിന്നവരാ, പാറയിലെ വെള്ളം കുടിച്ചവരാ, ദൈവത്തിന്റെ ഷെക്കേനെ അനുഭവിച്ചവരാ. നിങ്ങളെ അവിടെ എത്തിക്കാൻ കഴിവുള്ള ഒരു ദൈവത്തെ നിങ്ങൾ വിശ്വസിക്കുന്നവരാ. പക്ഷെ നിങ്ങൾക്ക് ദൈവത്തെ വിശ്വസിക്കാൻ പറ്റാത്തതുകൊണ്ട് nobody will enter there. Can you follow me? ഈ വാക്യത്തിന്റെ അർത്ഥം അതാ. This is not talking about Christians. It's talking about the people, those who are started their second exodus. രണ്ടാം പുറപ്പാട് പുറത്തിറങ്ങി യാത്ര ചെയ്യുന്നവരെ കൂട്ടം. ആമേൻ. അവരോട് പറയാണ്, പഴയതിനെ കളഞ്ഞേര്, ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനപൂർത്തി പ്രാപിക്കാൻ ശ്രമിക്കണം. നിങ്ങൾ പിന്മാറിപ്പോവരുത് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? മിസ്രൈമിലേക്ക് തിരിച്ച് പോകരുത്, പഴയ യഹൂദ മതത്തിലേക്ക് തിരിച്ച്. പ്രിയപ്പെട്ട, ഇത് ഇസ് നോട്ട് ടോക്കിംഗ് അബൌട്ട് പാൻപരാഗ് വെക്കുന്നതിനെ കുറിച്ച്, മൂക്കിപ്പൊടി വലിക്കുന്നതിനെ കുറിച്ചല്ല ഇത്, കള്ളം പറയുന്നതിനെ കുറിച്ചല്ല ഇത്. ഇത് യഹൂദ മതത്തിലേക്ക് തിരിച്ചു പോകരുത്. കാരണം പോയാൽ നിങ്ങൾക്ക് രക്ഷയില്ല. മിസ്രൈമിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിച്ച ജനത്തോട് പറഞ്ഞു, ഒറ്റയാൾ പോലും അവിടെ എത്തത്തില്ല. യോശുവയും കാലേബും ഒഴികെ ആർക്കും കനാനിൽ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. ബിക്കോസ് അവരുടെ രക്ഷ നഷ്ടപ്പെട്ടു പോയി. Hebrew chapter 6 verse 4 to 9 പറഞ്ഞിരിക്കുന്ന വിഷയം is about the people those who have started their journey
സെക്കൻഡ് എക്സോഡസ്. ഒരു ഹല്ലേലൂയ. പക്ഷെ നിങ്ങൾ ഞാൻ അങ്ങനല്ല. മുദ്രയേറ്റവരാണ്, കൃപ പ്രാപിച്ചവരാണ്, രക്ഷ പ്രാപിച്ചവരാണ്, നിത്യജീവൻ പ്രാപിച്ചവരാണ്. നമ്മുടെ രക്ഷയ്ക്ക് ഉറപ്പുണ്ട്. അത് നമ്മുടെ കഴിവുകൊണ്ടല്ല, നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം. ഇവയിലൊക്കെ നാം പൂർണ്ണജയം പ്രാപിച്ചിരിക്കുന്നു. ഭൂമിയിലുള്ള ഒരൊറ്റ ശക്തിക്കും ഒരു സൃഷ്ടിക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ തേജസ്സിൽ നിന്ന്, സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കാൻ കഴിയത്തില്ല. നമ്മുടെ സാൽവേഷൻ ഇസ് അഷ്വർഡ് ബൈ ദ ലവ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. എത്ര പേർക്ക് യേശുവിന്റെ സ്നേഹം വിശ്വാസമുണ്ട്? നമുക്ക് ഈ നാട്ടുകാരുടെ സ്നേഹം വഞ്ചനയൊക്കെ അനുഭവിച്ചുകൊണ്ട് നമുക്കിപ്പോൾ ആരിടും? അയ്യോ, എന്നെ ഈ സാധാരണ പറയാൻ ഈ ഒരു പോലീസുകാരന് എത്ര അബദ്ധം പറ്റുമെന്ന്, ഏതൊരു പോലീസുകാരനും ഒരു അബദ്ധം പറ്റുമെന്ന് പറഞ്ഞിട്ടില്ലേ? പക്ഷെ ഈ പോലീസുകാരന് അബദ്ധമേ പറ്റാറുള്ളൂ. അയ്യോ, എന്നെ പോലെ ചതിക്കപ്പെട്ട മഞ്ഞം ഭൂമിയിൽ എല്ലാരെയും വിശ്വസിക്കും. നാട്ടുകാർ പറയണേ ഈ വെളുത്തതെല്ലാം പാലല്ലെന്ന് പറയില്ലേ? അതുകൊണ്ട് ഇപ്പം ഞാൻ നിനക്ക് തരാമെന്ന് പറഞ്ഞിട്ട് പൈസ വാങ്ങിക്കാൻ ജമ്മ തോന്നി തിരിച്ചു തരത്തില്ല. ഞാൻ ഫോൺ പോലും എടുക്കത്തില്ല. നമ്മളെ എവിടെന്നെങ്കിലൊക്കെ വാങ്ങിച്ചും പറിച്ചൊക്കെ ആയിരിക്കും കൊടുക്കുന്നത്. തരത്തില്ല. അവൻ കൊണ്ടുപോകും. അവസാനം അവന്റെ നമ്പർ വിളിക്കുമ്പോൾ അവന്റെ നമ്പർ വേറെ ആരുടെ നമ്പറായിപ്പോ അവൻ നമ്പർ മാറ്റിയിട്ട് പോയിക്കോളും. ഹലോ, വഞ്ചിക്കപ്പെടാത്തവർ ഭാഗ്യവാന്മാർ, ചതിക്കപ്പെടാത്തവർ ഭാഗ്യവാൻ. എന്നെ സംബന്ധിച്ചിടത്തോളം അബദ്ധം പോലീസുകാരനെ പറ്റത്തുള്ളൂ. ഓക്കെ, വിട്ടേ. ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം മാത്രം പറഞ്ഞ് ഞാൻ നിർത്താൻ പോകാം കേട്ടോ. 9 വാക്യം നോക്കി. ഇത് ഇത്രയൊക്കെ പറഞ്ഞു വന്നിട്ട് എന്ത് ചെയ്യണം? ഇവരെന്ത് ചെയ്യണം? കത്തിച്ച് കളയുക. എന്തോ ആ 8, 7, 8 കൂടെ ഒന്നുകൊണ്ട് വായിച്ച് നമുക്ക് തരാം. കുടിച്ചിട്ട്, അതായത് ദൈവത്തിന്റെ വചനം എന്ന വെള്ളം ഇഷ്ടംപോലെ വീണിട്ടും വീണ്ടും ഫലം കായ്ക്കാത്തതിന് വിളയിക്കുന്നുവെങ്കിൽ അനുഗ്രഹം പ്രാപിക്കും. മുള്ളും ഞെരിഞ്ഞിലും മുളപ്പിച്ചാലോ? ടോക്കിംഗ് അബൌട്ട് എന്താണ് മനസ്സിലായോ? മുള്ളും ഞെരിഞ്ഞിൽ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഇനി നിങ്ങൾ അപ്പൊ ഈ ജനതയെ പിന്മാറ്റത്തിലേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുള്ള ആരാണ്? മുള്ളും ഞെരിഞ്ഞലുമാണ്. ഇവിടെ കിട്ടിയോ? അതായത് കർത്താവിന്റെ വചനം അനുസരിച്ചു രക്ഷയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു, വീണ്ടെടുപ്പിന് വേണ്ടി കാത്തിരിക്കുന്നു, കർത്താവിന്റെ വരവിന് വേണ്ടി പ്രതീക്ഷയോടെ വിശ്വാസത്തോടെ കാത്തിരിക്കുന്നു. ഈ ആളുകളുടെ ഇടയിൽ നിന്ന് എന്ത് മുളച്ചു വരാൻ സാധ്യതയുണ്ട്? മുള്ളും ഞെരിഞ്ഞിലും മുളച്ചു വരാൻ സാധ്യതയുണ്ട് അല്ലേ? മുള്ളും ഞെരിഞ്ഞിലും എന്തിനെ കാണിക്കുന്നു? റോങ് ടീച്ചേഴ്സ്, ഫോൾസ് പ്രോഫറ്റ്സ്. സോ അവരാണ് എന്ത് ചെയ്യാൻ സാധ്യതയുള്ളത്? നിങ്ങളെ തെറ്റിച്ച് കളയാനുള്ള സാധ്യതയുണ്ട്. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, അത് എഴുതുമ്പോൾ എഴുതിയേക്കുന്ന ലാംഗ്വേജ് മനസ്സിലായെന്ന് തോന്നുന്നു. ഫിഗറേറ്റീവ്ലി സംസാരിക്കുക. എന്നാൽ അങ്ങനെ ഒരു കൂട്ടരെ കുറിച്ച് പറഞ്ഞ ശേഷം 9 വാക്യത്തിനകത്ത് വേറൊരു ശുഭമായ വാക്യമുണ്ട്. അതും പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകും. എന്നാ എന്റെ പ്രിയമുള്ള ബിലവഡ് എന്ന് പറയുമ്പോൾ ഇത് ആരായിരിക്കും? ക്രിസ്തുവിനെ വിശ്വസിക്കുന്നത്. ബിലവഡ്, പ്രിയപ്പെട്ടവരെ. ഞങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നെങ്കിലും ആരെ കുറിച്ച്? നിങ്ങളെ കുറിച്ച് എന്ന് പറഞ്ഞാരാ? യേശു ക്രിസ്തുവിനെ വിശ്വസിച്ച് രക്ഷയെ സ്വീകരിച്ച് നിത്യജീവൻ പ്രാപിക്കാൻ കാത്തിരിക്കുന്ന, വീണ്ടെടുപ്പ് പ്രാപിക്കാൻ കാത്തിരിക്കുന്ന, നീതി പ്രാപിക്കാൻ കാത്തിരിക്കുന്ന, നിത്യജീവൻ പ്രാപിക്കാൻ കാത്തിരിക്കുന്ന, ക്രൈസ്റ്റിന്റെ മഹാവരവിനെ കാത്തിരിക്കുന്ന ആ ജനതയോട് പറയാം, നിങ്ങളെ കുറിച്ച് ശുഭമേറിയതും രക്ഷയ്ക്കുതകുന്നതുമായ. എന്റെ അർത്ഥം എന്താ? എടാ, ഇത് കുറെ എണ്ണം ഉണ്ട്, അവർ നശിച്ചു പോകാൻ വേണ്ടി ഇരിക്കുക. പക്ഷെ നിങ്ങളെ കുറിച്ച് ഞങ്ങൾക്ക് ശുഭമേറിയതും രക്ഷയ്ക്കുതകുന്നതുമായി വിശ്വസിക്കുന്ന. എന്റെ അർത്ഥം എന്താ? നിങ്ങളുടെ പുറത്ത് ദൈവം വെച്ചിരിക്കുന്ന മുദ്ര, നിങ്ങളുടെ മേൽ വെച്ചിരിക്കുന്ന വിശ്വാസം, നിങ്ങളുടെ മേൽ വെച്ചിരിക്കുന്ന ദൈവത്തിന്റെ സ്നേഹം, പിതാവിന്റെ കൈ നിങ്ങളെ പിടിച്ചു പറിക്കാൻ കഴിയാത്ത നിലയിൽ നിങ്ങൾ ദൈവത്തിന്റെ കരങ്ങളിൽ സുരക്ഷിതരാണ്. ടോട്ടലി ഐ ജസ്റ്റ് വാണ്ട് ടു കം ടു എ കൺക്ലൂഷൻ. ഫസ്റ്റ് സെഞ്ചുറി ആളോട് പറയാൻ ബിവെയർ ഓഫ് ഇറ്റ്. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു കം ബാക്ക് എന്ന് പറഞ്ഞാൽ മാനസാന്തരത്തിന് വഴിയില്ല. ആരെ കുറിച്ചാണ് പറഞ്ഞത്? സെക്കൻഡ് എക്സഡസ്. മറക്കല്ലേ? മിസ്രയീമിലേക്ക് തിരിച്ചു പോകണം മതി എന്ന് പറഞ്ഞ് ദൈവിക വാഗ്ദത്ത ദേശത്തേക്ക് പോകാൻ മടുത്ത് കാണിച്ച അവിശ്വാസമുള്ള തലമുറയോട് പറഞ്ഞ് നിങ്ങൾ ആരും ഇവിടെ പോകത്തില്ല. സെയിം കണ്ടീഷൻ, സെയിം കോണ്ടെക്സ്റ്റ്. കർത്താവിനെ അറിയാം, വചനം കേട്ടു, യേശു ക്രിസ്തുവിന്റെ വചനം അറിഞ്ഞു, സത്യം വചനത്തെ മനസ്സിലായി, നിത്യജീവനെ കുറിച്ച് മനസ്സിലായി, പരിശുദ്ധാത്മാവിന്റെ ആസ്വാദനം ലഭിച്ചു, ടേസ്റ്റ് ചെയ്തു, വചനത്തെ സ്വീകരിച്ച് എന്നിട്ടും പിന്മാറിപ്പോയാൽ ആമേൻ. പക്ഷേ കർത്താവിനെ വിശ്വസിക്കുന്നുള്ളത് നിങ്ങളെക്കുറിച്ച് രക്ഷാകരവും ശുഭകരവുമായത് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഇവിടെ ഇറങ്ങുമ്പോൾ എന്റെ രക്ഷ നഷ്ടപ്പെട്ടു പോവോ, നശിച്ചു പോകുമോ എന്നുള്ള ഭീതിയിലല്ല പോകേണ്ടത്. ഡബിൾ. നമ്മുടെ ഈ വണ്ടി ഓടിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം കുറെ നാളും എന്റെ അനിയന്റെ വണ്ടിക്കകത്ത് ഇൻഷുറൻസ് തീർന്നു പോയായിരുന്നു. ഈ ഇൻഷുറൻസ് തീർന്നു പോയ വണ്ടി ഓടിക്കുമ്പോൾ അവസ്ഥ പറയാച്ച, വണ്ടി ഓടിക്കാൻ അറിയാവുന്നവനാണേ പോലും
സ്വസ്ഥത കാണത്തില്ലേ? സത്യമല്ലേ? ഇടിക്കുവോ, തട്ടുവോ, പിടിക്കുവോ, ആരെങ്കിലും കുറുക്കിയാടുവോ, 100,000 ചിന്ത. അങ്ങനല്ലേ അജി ബ്രദറെ? അതോ ഇൻഷുറൻസ് ഉണ്ടോ വണ്ടിക്ക്? ഇൻഷുറൻസ് ഇല്ല എന്നൊരൊറ്റ ബോധം വന്ന പിന്നെ സ്വസ്ഥതയില്ല. പിന്നെ അറിയാതെ വണ്ടി എവിടെയും പോയി എവിടെയും തട്ടും. ഇല്ലാത്ത കാനക്കൂടി പോയി വീഴുകയും ചെയ്യും പേടിച്ച്. കാരണം ഇവിടെ മനസ്സ് എന്തോ പഠിപ്പിക്കുന്നത്? അതേസമയം ബമ്പർ ടു ബമ്പർ എന്തുവാ ഇൻഷുറൻസ്, തേർഡ് പാർട്ടി, ഫസ്റ്റ് പാർട്ടി, എല്ലാ പാർട്ടി ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അടിച്ച് മിന്നി പോകും. ഇടിക്കണേ, പക്ഷെ അവൻ ജന്മത്തിടിക്കത്തുമില്ല. ഇൻഷുറൻസ് ഇല്ലാത്തവൻ എല്ലായിടത്തും പോയി ഇടിക്കും. അതുകൊണ്ടാണ് ഈ ഇൻഷുറൻസ് ഇല്ലാത്ത, രക്ഷയെക്കുറിച്ച് ഉറപ്പില്ലാത്തവനൊക്കെ പോയി ഇടിയ. ഇൻഷുറൻസ് ഉള്ളവൻ, അഷുറൻസ് ഉള്ളവൻ, അവൻ ഒരിക്കലും ആക്സിഡന്റിൽ പോകത്തില്ല. ഹി ഹാസ് എ കോൺഫിഡൻസ്. എന്താ കോൺഫിഡൻസ്? അതാ, എനിക്ക് എന്റെ വണ്ടിക്ക് ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് ഉള്ളതുകൊണ്ട് കാണുന്ന സർവേ കുറ്റി എല്ലാം കൊണ്ട് ഇടിക്കാൻ പറ്റും. നെവർ എവർ. അപ്പൊ എന്റെ രക്ഷയുടെ ഉറപ്പെന്ന് പറയുന്നത്, ഇത് നിങ്ങൾ മനസ്സിൽ വെക്കണേ, രക്ഷ ഉറപ്പുള്ളതാണ്. ഒരു നല്ല ആമയം അതിനൊരു ഉദാഹരണം മാത്രം പറഞ്ഞിട്ട് നമ്മൾ അവസാനിപ്പിക്കാമേ. ഒറ്റ വാക്യം ഒന്ന് വായിച്ചേക്കണേ. ബൈബിളൊക്കെ വിശ്വസിക്കുന്നവരാണ് വായിച്ചത് കേട്ടോ. ബാലരമയുടെ പുസ്തകമല്ല, ബൈബിളാ. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം എന്ന്. അതൊന്ന് ശ്രദ്ധിച്ച് വായിച്ചേക്കണം. ഉൽപ്പത്തി 3:22. മനുഷ്യൻ നന്മ തിന്മകളെ അറിവാൻ തക്കവണ്ണം നമ്മൾ ഒരുത്തനെ പോലെ ആയിത്തീർന്നിരിക്കുന്നു. അടുത്തത്, ഒരു മിനിറ്റ്. ജീവവൃക്ഷത്തിന്റെ ഫലം കൂടെ പറിച്ചു തിന്ന് എന്നേക്കും ജീവിപ്പാൻ സംഗതി വരരുത് എന്ന് കൽപ്പിച്ചിട്ട് അവനെ എന്ത് ചെയ്തു? തോട്ടത്തിൽ നിന്ന് എന്തിനാ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയേ? കൈ നീട്ടി ജീവവൃക്ഷത്തിന്റെ ഫലം തിന്ന് എന്നേക്കും ജീവിക്കാൻ സംഗതി വരരുത്. ചോദ്യം, ജീവിക്കാനുള്ള സംഗതി വരും. ഹല്ലേലൂയ. അതിന്റെ അർത്ഥം എന്താ? ഇത് വളരെ പ്രധാനപ്പെട്ടതാ. ഇത് ഭയങ്കര ആൾക്ക് ഇഷ്ടമല്ല. ജോൺ ലോറൻസ് ലൈസൻസ് കൊടുക്കുന്നത്, ഞാൻ ലൈസൻസ് വേണേ 3 ലൈസൻസ് കൊടുക്കും, പണി വെക്കുന്നു. ഇത് അഷുറൻസാ. വൺസ് യു ടേക്ക് ദ ലൈഫ് ഓഫ് ട്രീ ഓഫ് ലൈഫ്, യു വിൽ ലീവ് ഫോർ എവർ. ഒരിക്കൽ ജീവവൃക്ഷത്തിന്റെ ഫലം സ്വീകരിച്ചതാണ്. ഒരിക്കൽ നിത്യജീവൻ പ്രാപിച്ചതാ. എടുക്കാൻ പറ്റില്ല. ദാറ്റ് ഈസ് ഇമ്മോർട്ടാലിറ്റി. ആമേൻ. ഹല്ലേലൂയ. അതായത് നമ്മുടെ രക്ഷ എന്തോ? വാട്ട് ഈസ് സാൽവേഷൻ? അതുകൂടെ പറഞ്ഞു നിർത്താം. എന്തോ സാൽവേഷൻ? ഇതുപോലും അറിയുന്നില്ലെങ്കിൽ ഞാൻ ഇന്ന് ഇവിടെ പിരിച്ചുവിടാം നിങ്ങളെ. എന്തോ സാൽവേഷൻ? ഈ ചർച്ചിന്റെ പുറത്തുള്ള ചർച്ചിൽ ചോദിച്ചാൽ നരകത്തിൽ പോകാതെ സ്വർഗത്തിൽ പോകാതെ രക്ഷ. പക്ഷെ പഴയ നിയമത്തിൽ എവിടെയെങ്കിലും നരകത്തിൽ പോകാതെ സ്വർഗത്തിൽ പോകുന്ന രക്ഷയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? പഴയ നിയമത്തിൽ എവിടെയെങ്കിലും നരകം എന്ന വാക്കുപോലും പഴയ നിയമത്തിലില്ല. തപ്പിക്കൊണ്ട് വരും. ഇപ്പം ഷിയോളുണ്ട്, ഹേഡീസുണ്ട്. ഇല്ല. അപ്പൊ സാൽവേഷൻ ഇൻ ദ ഓൾഡ് കവനന്റ് എന്തായിരുന്നു? ദൈവമേ, ഞാൻ വീണ്ടും A4 ആപ്പിൾ പഠിപ്പിക്കേണ്ട അവസ്ഥ. സാൽവേഷൻ ഇൻ ദ ഓൾഡ് കവനന്റില് ഉയർത്തെഴുന്നേൽപ്പ. ആദാമിന് എന്തു സംഭവിച്ചേ? ആദാമിന് സ്വർഗം നഷ്ടപ്പെട്ടോ? ഇല്ല. ആദാമിന് നിത്യത നഷ്ടപ്പെട്ടോ? ഇല്ല. ആദാമിനെ നരകത്തിൽ പിടിച്ചിടുന്നു പറഞ്ഞോ? ഇല്ല. ഇങ്ങനെ എന്തോ നഷ്ടപ്പെട്ടെ? ജീവൻ നഷ്ടപ്പെട്ടു. സിമ്പിൾ. അയാൾക്ക് എന്തു പോയി? തിന്നുന്ന ആളി ചത്തുപോയി. മലയാള ഭാഷ ചത്തു. അപ്പൊ രക്ഷ എന്ന് പറഞ്ഞാൽ എന്തുവാ? ജീവൻ കൊടുക്കുക. അപ്പൊ ഓൾഡ് ഗവൺമെന്റ് സാൽവേഷൻ എന്തുവാ? മരിച്ചുപോയ ആളുകൾക്ക് ഉയർപ്പ് കൊടുക്കുക. അതാണ് അവരുടെ സാൽവേഷൻ. ന്യൂ ടെസ്റ്റ്മെന്റ് സാൽവേഷൻ എന്തുവാ? എന്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, ഈ ക്രൈസ്തവ സഭയെല്ലാം കൂടെ ചേർന്ന് നരകവും സ്വർഗവും ഉണ്ടാക്കി വെച്ചേക്കുന്നേ ഉള്ളൂ. ഇതില്ല, ഇവർക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ന്യൂ ടെസ്റ്റ്മെന്റ് സാൽവേഷൻ ഗോസ്പൽ എന്ത് കൊണ്ടുവരുന്നു? 2 തിമോത്തിയോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിന് 9-ാം വാക്യം വായിച്ച്. ഇനി ഞാൻ പറഞ്ഞെന്ന് പറയണ്ട, പറഞ്ഞങ്ങ് നിർത്താം. 2 തിമോത്തിയോസ് 1:9. രക്ഷിക്കുകയും വിശുദ്ധ വിളികൊണ്ട് വിളിക്കുകയും ചെയ്തത് നമ്മുടെ പുണ്യപ്രവൃത്തി കൊണ്ടൊന്നുമല്ല, സകലകാലത്തിന് മുൻപേ നൽകിയിരിക്കുന്നതും. എന്തോ? ഇപ്പൊ സ്വർഗം തന്നെന്നാണോ?
എല്ലാവരും കേൾക്കണം. ഇത് സ്വർഗം തന്നെന്ന് നരകം നീക്കുന്നല്ല, നരകം നീക്കുന്നല്ല, മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് എന്തോന്ന് വെളിപ്പെടുത്തി? ജീവനും ലൈഫ് ആൻഡ് ഇമ്മോർട്ടാലിറ്റി. ഗോസ്പൽ ബ്രിങ്സ് ഹെവൻ അല്ല, ഗോസ്പൽ ബ്രിങ്സ് ലൈഫ് ആൻഡ് ഇമ്മോർട്ടാലിറ്റി. ദാറ്റ് ഇസ് ന്യൂ ടെസ്റ്റമെന്റ് സാൽവേഷൻ. ഈ മഹാസത്യം പഠിപ്പിക്കത്തില്ല. സ്വർഗത്തിൽ പോകണം, സ്വർഗത്തിൽ പോകണം, നിത്യതയിൽ പോകണം, നിത്യതയിൽ പോകണം. ഹല്ലേലൂയ. കഴിഞ്ഞ ഒരു പാസ്റ്റർ പ്രസംഗിച്ചിട്ട് ഒരു പാസ്റ്റർ വേറൊരു പാസ്റ്റർ പറഞ്ഞത്, നിങ്ങൾ വേർപാടൊന്നും അനുസരിക്കുന്നില്ല എന്ന് ചോദിച്ചു. പറഞ്ഞു വെള്ളമെടുപ്പിട്ടില്ലെന്ന് പുള്ളി. ഏതാ വെള്ളമെടുപ്പിടാത്തതുകൊണ്ട് നിത്യ. അപ്പൊ പുള്ളിയോട് ചോദിച്ചു, എന്താ വെള്ളമെടുപ്പിട്ട നിർബന്ധമുള്ളൂ? അപ്പൊ പുള്ളി പറയാം, സ്വർഗത്തിൽ ദൈവം ജയിക്കുന്നവൻ എന്ത് കൊടുക്കുമെന്നാ? വെള്ളമെടുപ്പ് കൊടുക്കുന്ന. അപ്പൊ പുള്ളിക്കാരൻ തിരിച്ചു ചോദിച്ചു, പാസ്റ്റർ ഇതിനെ കറുത്ത വാങ്ങിട്ടേന്ന് ചോദിച്ചു. അപ്പൊ പുള്ളി തിരിച്ചു, പകുതി മാത്രമേ ജയിച്ചിട്ടുള്ളൂ, പകുതി തോറ്റു കിടക്കും. എന്തോ ഒരു ഗതികേടാന്ന് ചോദിക്കണേ. വേറെ ഒരു തമാശ കേട്ടത്, കർത്താവ് യേശു ക്രിസ്തു ഒരു പാസ്റ്റർ മീശ വെച്ചോണ്ട് വന്നു. മീശ വെച്ചോണ്ട് വന്നപ്പം പാസ്റ്റർ ഇയാളെ നോക്കി പറയാം, ഈശക്കാരനോട് പറയാം, കർത്താവിന്റെ മണവാട്ടിക്ക് മീശയില്ലെന്ന് തോന്നു. കർത്താവിന്റെ മണവാട്ടിക്ക് മീശയില്ലെന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? പെണ്ണുങ്ങൾക്ക് മീശയില്ലല്ലോ, ആണുങ്ങൾക്ക് മാത്രമല്ലോ മീശയുള്ളൂ. അപ്പം ആണുങ്ങൾ ആരെപ്പോലെ നടക്കണമെന്നാണ്. ഇപ്പം ഞാൻ എങ്ങനെ നടക്കുന്നതെന്നായിരിക്കും. എനിക്കിത് മോഡിഫൈ ഉള്ള സാമയില്ലാത്തതുകൊണ്ട് വലിച്ചു വലിച്ച് കളയുന്നേ, അത്രേ ഉള്ളൂ. പിന്നെ ജീവിതത്തിൽ ഇന്ന് വരെ മീശ കാണാത്തൊരു മനുഷ്യനാണ് ഞാൻ. ഇങ്ങനെ വേർപാട്, നരകം, സ്വർഗം, നിത്യത, എവിടെയാണോ ഇതൊക്കെ ഇരിക്കുന്നത്? സാൽവേഷൻ, ന്യൂ ടെസ്റ്റമെന്റ് സാൽവേഷൻ എന്ന് പറഞ്ഞാൽ the gospel brings life and immortality. When you accept Jesus, you got immortality. നിനക്ക് എന്ത് കിട്ടി? അതിക്രമങ്ങളാലും പാപത്താലും മരിച്ച നിനക്ക് ഉയർപ്പ് കർത്താവ് തന്നു. യു ആർ എ റിസറക്റ്റഡ് പേഴ്സൺ. എല്ലാ മെസ്സേജും അവസാനിക്കുന്ന അവിടെയാണ് നമ്മൾ. You have that eternal life. Hallelujah. You have the life of God in you. വായി തുറന്ന് പറയണം, യേശുവിന്റെ ജീവൻ എൻ്റെ അകത്തുണ്ട്. ബലഹീനത നടുവിൽ, തോൽവിയുടെ നടുവിൽ, ആമേൻ, പരാജയത്തിന്റെ നടുവിൽ, അവിശ്വസ്തമായ ജനങ്ങളുടെ നടുവിൽ, കുറ്റപ്പെടുന്ന നടുവിൽ ധൈര്യത്തോടെ പറയണം, ഐ ഹാവ് ദ ലൈഫ് ഓഫ് ഗോഡ് ഇൻ മീ. ഐ ഹാവ് ദ ലൈഫ് ഓഫ് ഗോഡ് ഇൻ മീ, ക്രൈസ്റ്റ് ഇൻ മീ. ഞാൻ ഓപ്പണായിട്ട് പറയാം പ്രിയപ്പെട്ടവരെ, നിങ്ങളിൽ എല്ലാവരെക്കാളും നിരാശയിലും പ്രതിസന്ധിയിലും വേദനയിലും പോകുന്ന ഒരാളാണ്. നിങ്ങളുടെ മുമ്പ് ഞാൻ ചിരിക്കുന്നത് ഒരു സത്യമാണെങ്കിൽ 1000 പ്രാവശ്യം കരയാനുള്ള കഴിവ് എൻ്റെ പേഴ്സണൽ ലൈഫിലുണ്ട്. എൻ്റെ ഹൃദയം നിറച്ച സ്വകാര്യമായ ദുഃഖമുണ്ട്. അത് ഞാൻ മരിച്ചാൽ മാത്രം തീർത്തു. ഹൃദയം നിറച്ച് ദുഃഖമുണ്ട്. അതെല്ലാം ഞാൻ മറച്ചു വെക്കുന്ന ഒറ്റ കാര്യമാണ്, ഐ ഹാവ് ദ ലൈഫ് ഓഫ് ഗോഡ് ഇൻ മീ. ഐ ഹാവ് ദ ലൈഫ് ഓഫ് ഗോഡ് ഇൻ മീ, ക്രൈസ്റ്റ് ഇൻ മീ. ഈ ലോകത്തിൽ ഒരു ശക്തിക്കും എന്നെ ദൈവത്തിൽ നിന്ന് പിരിക്കാൻ കഴിയത്തില്ല. കാരണം ഐ എം ബൗണ്ടഡ് വിത്ത് ദ ലവ് ഓഫ് ക്രൈസ്റ്റ്. ആമേൻ. കഴിഞ്ഞ ആരോ പണ്ട് പ്രസംഗിച്ചപ്പോൾ ഇങ്ങനെ പറയുന്നത്, കുരിശിലേശുവിനെ തൂക്കി നിർത്തിയത് ആണികളല്ല, സ്നേഹത്തിന്റെ ചങ്ങലയാലാണ് അവൻ കുരിശിൽ തൂങ്ങിക്കിടക്കുന്നത്. bound by the love, the cords of love. Hallelujah. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ എഴുന്നേൽക്കാൻ പ്രാർത്ഥിക്കാം. ലഭിച്ച ദൈവിക രക്ഷയോർത്ത്, നിത്യജീവനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. താങ്ക് യു.